ടഫ്നെസ്. ഇത്തരത്തിൽ പ്രധാനമായിട്ടും ആ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് സ്ട്രെങ്ത് ആവാം, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ആവാം, ഡക്ടിലിറ്റി ആവാം, ഫ്രാക്ചർ റെസിസ്റ്റൻസ്, ടഫ്നെസ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ ജനറലി അത് ഒപ്പേക്ക് നമുക്കറിയാം, ലൈറ്റിനെ കടത്തി വിടത്തുണ്ടാവില്ല. പ്രോപ്പറായിട്ട് നമുക്ക് അതിനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ തിളങ്ങുന്ന ഒരു സർഫസ് കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പറയാറുണ്ട് മെറ്റൽസിനെ കുറിച്ച് അല്ലെ. സോ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം വളരെ നല്ലൊരു കണ്ടക്ടർ ആയിരിക്കും. ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്നുണ്ടാവും, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഈ പറയുന്ന പ്രധാനമായിട്ടും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയാറ് അല്ലെ. അപ്പൊ ആ ഒരു ഫ്രീ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം. യെസ്, മെറ്റൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ജനറലി ഡിക്രീസസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് തരത്തിൽ എന്താണ് അതിന്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെ, തരത്തിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ് ജനറലി ഹൈ. തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ജനറലി ഹൈ ഇൻ ദ മെറ്റീരിയൽസ് അല്ലെ. തെർമൽ കണ്ടക്ടിവിറ്റി പൊതുവെ മെറ്റൽസിൽ വളരെയധികം കൂടുതലാണെന്നുള്ളത്. അപ്പോൾ കുറെ അധികം പ്രോപ്പർട്ടീസ് ആണ് തെർമൽ കണ്ടക്ടിവിറ്റി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിക്കോട്ടെ, അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെറ്റൽസിനുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്. പ്രധാനപ്പെട്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇത്തരത്തിൽ ഡക്ടിലിറ്റി, മാലിബിലിറ്റി, സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, ടഫ്നെസ്, ഹാർഡ്നെസ്, ഇലാസ്റ്റിസിറ്റി, സംശയമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വയർ ഫോമിലേക്ക് ഏതൊരു മെറ്റൽസിനെ നമുക്ക് ഇത്തരത്തിൽ പൊതുവെ അത് വയർ ഫോമിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല, പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ വയർ ഫോമിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ഡക്ടിലിറ്റി, സംശയമൊന്നുമില്ല. പിന്നീട് നമുക്ക് ഷീറ്റ് ഫോമിലേക്ക്, നമ്മളുടെ മെറ്റൽസിനെ ഷീറ്റ് ഫോമിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഇത്തരത്തിൽ എബിലിറ്റി ടു അണ്ടർഗോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ കംപ്രസീവ് ലോഡ് അല്ലെ. ഇത്തരത്തിൽ കംപ്രസീവ് ലോഡ് കൊടുക്കുന്ന സമയത്ത് അത് ഷീറ്റ് ഫോമിലേക്ക് എത്താൻ കഴിയുന്ന മാലിബിലിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ടെൻസൈൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് അത് ഡക്ടിലിറ്റി ലൈക്ക് വയർ ഫോമിലേക്ക് മാറ്റുന്നുണ്ടാവും, അതിനെ ഡക്ടിലിറ്റി എന്ന് പറയാം. സോ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ലൈക്ക് എബിലിറ്റി ടു റെസിസ്റ്റ് അപ്ലൈഡ് ലോഡ് വിത്തൗട്ട് ഫെയിലിയർ. അർത്ഥത്തിൽ നമുക്ക് അവിടെ വരുന്ന ലോഡിനെ നമുക്ക് ഫെയിലിയർ ഒന്നും സംഭവിക്കാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? സോ അത് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവുന്ന റെസിസ്റ്റന്റ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സ്ട്രെങ്തും സ്റ്റിഫ്നെസ്സും തമ്മിൽ അല്ലെ. അതായത് ആ പറയുന്ന മെറ്റീരിയലിന് ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവും. സാധാരണഗതിയിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് അറിയാം, ബീമുകളൊക്കെ തന്നെ നമ്മൾ സെൻട്രൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അത് ഇത്തരത്തിൽ ഡീഫോം ചെയ്യാറുണ്ട്, റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിക് ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് സ്റ്റിഫ്നെസ്. ഓക്കെ, എന്നാൽ എന്താണ് ആ ഒരു അപ്ലൈഡ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള വിത്തൗട്ട് ഫെയിലിയർ അല്ലെ, ഫെയിലിയർ ഒന്നും സംഭവിക്കാതെ ആ കൊടുക്കുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രെങ്ത് എന്ന് പറയാം, സംശയമൊന്നുമില്ലല്ലോ. ദെൻ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ ഇറ്റ് ഫെയിലിയർ അല്ലെ. അതായത് ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ എത്രത്തോളം എനർജി അവിടെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹാർഡ്നെസ് നമുക്കറിയാം, റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ അല്ലെങ്കിൽ സ്ക്രാച്ച്, അബ്രഷൻ, വെയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അതാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഇലാസ്റ്റിസിറ്റി ആണ്. സോ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. സോ അവിടെ എന്താണ് ലോഡ് കൊടുക്കുന്ന സമയത്ത് അത് ഡിഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ച് ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ അല്ലെ. സോ ആ ഒരു ടൈപ്പ് പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ മേജർ അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എന്തുണ്ടാവും? നമ്മുടെ മെറ്റൽസ് ഉണ്ടാവാറുണ്ട് അല്ലെ. യെസ്, അത് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? സോ ഒരു മെറ്റലിനെ സംബന്ധിച്ചോ മറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കാം. മറ്റൊരു കാര്യം മെറ്റാലിക് ബോണ്ടിങ് ആണ്. സോ ഇത്തരത്തിൽ മെറ്റൽസുകൾ നമുക്ക് മെറ്റാലിക് ബോണ്ടിങ് ആണ് കാണുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ പ്രൈമറി ബോണ്ടിങ് ഇൻ മെറ്റൽസ് ഈസ് എ മെറ്റാലിക് ബോണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ജനറലി നോൺ ഡയറക്ഷണൽ ആണ്. അതായത് നോൺ ഡയറക്ഷണൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു സി ഓഫ് ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോൺസ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഇലക്ട്രോൺസ് ഉണ്ടാവാറുണ്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ പോസിറ്റീവ് അയോൺസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു പ്രത്യേക ഡയറക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ ബോണ്ടിങ് നടക്കുന്നതിന് പ്രത്യേകം ഒരു തരത്തിലുള്ള ഡയറക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ ഒരു നോൺ ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. സോ അവിടെ കുറെ അധികം വാലൻസ് ഇലക്ട്രോണുകൾ, അതായത് ഇത്തരത്തിൽ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസുകൾ വളരെ ധാരാളമായിട്ട് അവിടെ കാണപ്പെടുന്നുണ്ടാകും. അപ്പൊ ഈ പറയുന്ന ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസുകളാണ് പൊതുവെ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈലി തെർമൽ കണ്ടക്ടിവിറ്റി ആയിക്കോട്ടെ, മെറ്റാലിക് ലസ്റ്റർ ആയിക്കോട്ടെ, അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് തരുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് ആരാണ്? ഈ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഇലക്ട്രോൺസുകളാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ മെറ്റൽസുമായി ബന്ധപ്പെട്ട് അപ്പൊ ഈ മെറ്റൽസിനെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ മെറ്റൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സ്ട്രക്ചർ എല്ലാം തന്നെ നമുക്ക് ഇവിടെ റീകോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. PCC, FCC, HCP അങ്ങനെയുള്ള
ക്രിസ്റ്റൽ സ്ട്രക്ചർ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് ഇത്തരത്തിൽ മെറ്റൽസിൽ കാണാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഈ പറയുന്ന മെറ്റൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്യുവർ മെറ്റൽസ് ഉണ്ട്, അലോയ്സ് ഉണ്ട് അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മൾ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അയണായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മറ്റ് അലോയ് ഫോമുകളിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. കാര്യം നമുക്ക് പ്യുവർ മെറ്റൽസിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അതിന് നമ്മൾ മറ്റ് കോമ്പോസിഷൻ ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എലമെന്റുകൾ ആഡ് ചെയ്യാറുണ്ട്, അതിനെ അലോയ് ആക്കാറുണ്ട് അല്ലെ. സോ അത്തരത്തിൽ പ്യുവർ മെറ്റൽസ് ആർ നോട്ട് ഗുഡ് ഇനഫ് ഫോർ മെനി ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ. അത്തരത്തിൽ മറ്റ് നമ്മളുടെ റിക്വയർഡ് അതായത് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ പ്യുവർ മെറ്റീരിയൽസ് അത്ര നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റീസ് കിട്ടുന്നതിനായിട്ട് നമ്മൾ മറ്റ് എലമെന്റുകൾ നമ്മൾ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ അല്ലെ, അയൺ കാർബൺ ആണ്, ബ്രാസ് കോപ്പർ സിങ്ക് ആണ്, ബ്രോൺസ് കോപ്പർ ടിൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള അലോയ്സുകൾ, പലതരത്തിലുള്ള നമ്മൾ അലോയ്സ് പല ആപ്ലിക്കേഷനുകളായിട്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള അലോയ്സ് നമ്മളെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ മെറ്റൽ അലോയ്സിനെ പ്രധാനമായിട്ടും ഫെറസും നോൺ ഫെറസും ശ്രദ്ധിക്കുക. മെറ്റൽ അലോയ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഫെറസ്, നോൺ ഫെറസ്. ഫെറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, നമ്മുടെ അയൺ ആയിരിക്കും അല്ലെ. അയൺ ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പൊ ഈ ഫെറസ് തന്നെ രണ്ട് തരത്തിൽ പറയാറുണ്ട്, ദാറ്റ് ഈസ് സ്റ്റീൽ ഉണ്ടാവാറുണ്ട്, കാസ്റ്റ് അയൺ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഫെറസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന സ്റ്റീലും ഉണ്ട്, കാസ്റ്റ് അയൺ ഉണ്ട്. അപ്പൊ ബേസിക്കലി അയൺ പ്ലസ് കാർബൺ ആണ് നമ്മളുടെ ഈ പറഞ്ഞ സ്റ്റീൽ ആയിക്കോട്ടെ കാസ്റ്റ് അയൺ ആയിക്കോട്ടെ. അതിൽ ഈ കാർബൺ കണ്ടന്റിന്റെ വേരിയേഷൻ അനുസരിച്ചാണ്. കാര്യം അപ് ടു 1.5% ഓഫ് കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റീൽ എന്ന് വിളിക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 2 to 5 റേഞ്ച് ആണ്. 2 to 5% ഓഫ് കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, കാസ്റ്റ് അയൺ എന്ന് വിളിക്കാം. അപ്പൊ അപ് ടു ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് അപ് ടു 1.5 ആണ് ഉത്തരം വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നുള്ളൂ, ദാറ്റ് ഈസ് അപ് ടു 1.5 ആണ്. 2 ഓപ്ഷൻ ഉണ്ടതാനും എന്നാൽ തന്നെ അവിടെ 1.5 ആണ് ഉത്തരമായി വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഫേസ് ഡയഗ്രാംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഡയഗ്രാംസിലേക്കൊക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അപ് ടു 2% അത് കാസ്റ്റ് അയൺ ആണെന്നുള്ളത് തന്നെ, സോറി അപ് ടു 2% അത് സ്റ്റീൽ ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലൊന്ന് കരുതിക്കോളൂ. റീസെന്റ് ആയിട്ട് നടന്ന കേരള PSC തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അപ് ടു 1.2 ഓപ്ഷൻ ഉണ്ട് താനും. 1.5% ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോ ഇത്തരത്തിൽ സ്റ്റീലും കാസ്റ്റ് അയണും നമുക്ക് അവിടെ ഫെറസിനകത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള അലോയ്സ് ഉണ്ടാവാറുണ്ട്. രണ്ടും എന്ത് തന്നെയാണ്, അയണും കാർബണും ചേരുന്ന ആ ഒരു അലോയ് തന്നെയാണ്. അവിടെ ഈ കാർബൺ കണ്ടന്റിന്റെ, കാർബൺ പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിട്ട് മാറി നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ കാർബണിന്റെ പ്രസൻസ് ഏത് രീതിയിലാണെന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ എനിവേ, അപ്പൊ ഇത്തരത്തിൽ സ്റ്റീൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ലോ അലോയ് സ്റ്റീൽ അതുപോലെ തന്നെ ഹൈ അലോയ് സ്റ്റീൽ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അലോയ് സ്റ്റീലുകളെ പ്രധാനമായിട്ട് പിന്നെ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്നിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാകും. യെസ്, അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ ഹൈ അലോയ് സ്റ്റീൽ ഇത്തരത്തിൽ ടൂൾ സ്റ്റീലുകളായിട്ടും അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകളായിട്ടും ഒക്കെ നമ്മൾ കാണപ്പെടുന്നു. ദെൻ കാസ്റ്റ് അയണിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഗ്രേ കാസ്റ്റ് അയൺ, അതുപോലെ തന്നെ ഡക്ടൈൽ അല്ലെങ്കിൽ നോഡുലാർ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിബിൾ കാസ്റ്റ് അയൺ, ദെൻ അതുപോലെ തന്നെ കോമ്പാക്റ്റഡ് ഗ്രാഫൈറ്റ് അയൺ, അങ്ങനെ നിരവധി ടൈപ്സ് ആയിട്ട് നമുക്ക് ആ ഒരു കാസ്റ്റ് അയണിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം തന്നെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ മെറ്റൽസ് അല്ലെങ്കിൽ അലോയ്സ് പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ മെറ്റൽസ് തന്നെ ഫെറസ് മെറ്റൽസ് ഉണ്ട്, അതായത് ഈ പറഞ്ഞ അയൺ മെയിൻ ആയിട്ടുള്ള ഫെറസ് മെറ്റൽസ് ഉണ്ട്. ഇനി അതുപോലെ നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും നമുക്കറിയാം, അലൂമിനിയം അല്ലെങ്കിൽ സിങ്ക്, ടിന്ന്, ലെഡ്, കോപ്പർ, അങ്ങനെയുള്ള നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള അലോയ്സും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫെറസ്, നോൺ ഫെറസ് ആണ്. ഫെറസിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റീലും കാസ്റ്റ് അയണും ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫേസ് ഡയഗ്രാം പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ TTT ഡയഗ്രാം പഠിക്കുമ്പോഴായാലും നമ്മൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം കൃത്യമായിട്ട് നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട്. യെസ്, അപ്പൊ ഫെറസ് അലോയ്സിലേക്ക് വരുമ്പോൾ, അപ്പൊ അത്തരത്തിൽ ഫെറസ് അലോയ്സിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഫെറസ് അലോയ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കൂ, ഫെറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയൺ ആണ് പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ മേജർ എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് വരുന്നുണ്ടാവുക അയൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസിക്കലി നമ്മൾ അയൺ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അയണിന്റെ ഓർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമനൈറ്റ്, അങ്ങനെയുള്ള നിരവധി ഓറിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബേസിക്കലി നമ്മൾ ആ ഒരു അയണിന്റെ ഓർ
അയൺ ഓറിൽ നിന്നുമായിരിക്കും അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ അയൺ അങ്ങനെ തന്നെ കിട്ടുകയാണോ? അല്ല. സോ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക പിഗ് അയൺ ആയിരിക്കും. സോ എന്തായിരിക്കും? പിഗ് അയൺ. സോ പിഗ് അയൺ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത്, അല്ലെ? ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത് പിഗ് അയൺ ആയിരിക്കും. കാര്യം നമ്മൾ ഇത്തരത്തിൽ ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ വെച്ചിട്ട് നമ്മൾ സ്മെൽറ്റിംഗ് അല്ലെങ്കിൽ റിഡക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിഗ് അയൺ. ഈ പിഗ് അയണിൽ നിന്നുമാണ് നമ്മൾ എന്ത് ബാക്കി ഈ തരത്തിലുള്ള കാസ്റ്റ് അയൺ, റോട്ട് അയൺ അങ്ങനെയുള്ള മറ്റ് മെറ്റീരിയൽ എല്ലാം തന്നെ എന്താണ് നിർമ്മിക്കുന്നുണ്ടാവുക? ഈ പറഞ്ഞ ബേസ് എന്ന് പറഞ്ഞ എന്താണ്? പിഗ് അയണിൽ നിന്നുമാണ് കേട്ടോ. യെസ്. അപ്പൊ ഇത്തരത്തിൽ പിഗ് അയൺ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ റോട്ട് അയൺ, സ്റ്റീൽ അലോയ്സ് എല്ലാം തന്നെ നമുക്ക് ഫെറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെറസ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഈ പറയുന്ന പിഗ് അയൺ എന്താണ്, അല്ലെങ്കിൽ റോട്ട് അയൺ എന്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ട് നമുക്ക് മെറ്റൽസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാകും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ പിഗ് അയൺ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതായത് മെറ്റൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് അയൺ ആണ്. സോ അയണിന്റെ ബേസിക് ഓറിൽ നിന്ന് നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആളാണ് ഈ പിഗ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പിഗ് അയൺ പറയുന്നത് ദാറ്റ് ഈസ് ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ എക്സ്ട്രാക്ടഡ് ഫ്രം അയൺ ഓർ, അല്ലെ? ഇത്തരത്തിൽ അയൺ ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ക്രൂഡ് ആയിട്ടുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ആ ഒരു അയൺ ഫോർമേഷനെ നമ്മൾ എന്ത് വിളിക്കാം? പിഗ് അയൺ എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ പിഗ് അയണിൽ നിന്നുമാണ് നമ്മൾ ഈ പറയുന്ന കാസ്റ്റ് അയൺ ആയിക്കോട്ടെ, റോട്ട് അയൺ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ എല്ലാം തന്നെ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നുണ്ടാവുക. എവിടെ നിന്നായിരിക്കും? ഇത്തരത്തിലുള്ള പിഗ് അയണിൽ നിന്നുമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ പിഗ് അയൺ പ്രധാനമായിട്ടും ഏത് ഫർണസിലാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നുമാണ് നമ്മൾ പിഗ് അയൺ നിർമ്മിക്കുന്നുണ്ടാവുക. സോ ബ്ലാസ്റ്റ് ഫർണസിലാണ് പിഗ് അയൺ നിർമ്മിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് റിഡക്ഷൻ പ്രോസസ് ആണ്. നമ്മൾ സ്മെൽറ്റിംഗ് ഓഫ് അയൺ ഓർ എന്ന് വിളിക്കുന്നു. സോ റിഡക്ഷൻ പ്രോസസ് ആണ്, സ്മെൽറ്റിംഗ് ആണ് നടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ പറയുന്ന ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നമ്മൾ അയൺ ഓർ യൂസ് ചെയ്യുന്നുണ്ടാവും, കോക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, ഫ്യൂവൽ കോക്ക്, അതുപോലെ തന്നെ ഫ്ലക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ പറയുന്ന അയൺ ഓർ ഉണ്ടാവാറുണ്ട്, കോക്ക് ഉണ്ടാവാറുണ്ട്, ഫ്ലക്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന പിഗ് അയൺ പ്രധാനമായിട്ടും റിഡക്ഷൻ പ്രോസസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്, റിഡക്ഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അയൺ ഓർ യൂസ് ചെയ്യുന്നുണ്ടാവും, കോക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, ഫ്ലക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് പിഗ് അയണിന്റെ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട് അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോക്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്? കോക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ കോക്ക് ഈസ് എ ഫ്യൂവൽ യൂസ്ഡ് ടു ഗീവ് ദ നെസസറി ഹീറ്റ് ടു ക്യാരി ഔട്ട് ദ റിഡ്യൂസിംഗ് ആക്ഷൻ. റിഡക്ഷൻ പ്രോസസ്സിന് വേണ്ടുന്ന ആ ഒരു ഹീറ്റ് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്യൂലാണ് കോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മൾ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലൈം സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈം സ്റ്റോൺ ആണ്. അപ്പൊ ഈ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, വളരെ ഡെപ്തിലേക്കൊന്നും പോകേണ്ട, വളരെ സർഫസ് ലെവൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് നോക്കുക ചോദ്യങ്ങൾ വളരെ ബേസിക് ലെവൽ, അതായത് ഈ പറഞ്ഞ മെറ്റൽസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബേസിക് എന്താണ് ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നവരാണ് നമ്മളുടെ ആ ഒരു പിഗ് അയൺ ആണെന്നും, ആ പിഗ് അയൺ നിർമ്മിക്കുന്ന ആ ഒരു ഫർണസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഫർണസ് ആണെന്നും, അവിടെ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്മെൽറ്റിംഗ് പ്രോസസ് ആണെന്നും, അവിടെ നമ്മൾ നമ്മുടെ അയൺ ഓർ പ്ലസ് അവിടെ കോക്ക് ഫ്യൂൽ യൂസ് ചെയ്യുന്നു, പ്ലസ് എന്താണ് നമ്മുടെ ഫ്ലക്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. ആ ഫ്ലക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈം സ്റ്റോൺ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആണോ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇത് ചോദിച്ചോ. സാർ നമ്മൾ മറ്റേ ഒരു പെർസെന്റേജിന്റെ കാര്യം പറഞ്ഞേ, 2.11 വരെ കാർബൺ അയണില് വരില്ലേ? കാസ്റ്റ് അയണില് എങ്ങനെയാണോ ഇത് പറഞ്ഞോളൂ. കാസ്റ്റ് അയണില് കാർബൺ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2.11% വരെ മാക്സിമം വരില്ലേ? അങ്ങനെയല്ല. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് 2 മുതൽ തുടങ്ങത്തേ ഉള്ളൂ. 2 മുതൽ 5 റേഞ്ച് ഒക്കെയാണ് കാണാറ്. 2 to 5 ആണ്. ഓക്കെ, അപ്പൊ സ്റ്റീലിന്റെ ആണ് സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ 1.5%. സ്റ്റീലിനാണ് ഇപ്പൊ റീസെന്റ് നടന്നൊരു ഈ ലെവൽ എക്സാമിന് ചോദ്യം വന്നതിനകത്ത് ഓപ്ഷനിൽ 2% ഉണ്ട്, ഓപ്ഷനിൽ 1.5% ഉണ്ട്. അപ്പൊ അവിടെ ഉത്തരം വന്നിട്ടുള്ളത് 1.5 ആണ്. അതിനകത്ത് നമുക്ക് അത് ചലഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കാർബൺ കാണപ്പെടുന്നുണ്ടാവുക എപ്പോഴാണോ ഗ്രാഫൈറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ടാവുക അവിടെ മുതൽ കാസ്റ്റ് അയൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സാധാരണഗതിയിൽ. അതായത് കാർബൺ എന്ന് പറയുന്നത് സിമെന്റ് കമ്പൈൻഡ് ഫോം ആയിട്ടും കാണപ്പെടും, ഗ്രാഫൈറ്റ് ആയിട്ടും കാണപ്പെടും. അപ്പൊ ഈ കാർബൺ എന്ന് പറയുന്നത് എപ്പോഴാണോ
ഒരെണ്ണമെങ്കിലും ഗ്രാഫൈറ്റ് ആയിട്ട് കാണപ്പെട്ട് തുടങ്ങുന്നത് അപ്പോൾ മുതൽ നമ്മൾ സാധാരണ എന്തായിട്ട് പറയാറുണ്ട്, ഈ പറയുന്ന കാസ്റ്റൈൻ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഈ സാധാരണഗതിയിൽ 1.5 വരെയൊക്കെ ഈ പറഞ്ഞ സ്റ്റീൽ രീതിയിൽ നിൽക്കുള്ളൂ, അത് കമ്പൈൻഡ് ആയിട്ട് നിൽക്കുള്ളൂ. 1.5 കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ പതുക്കെ എന്തായിട്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറി തുടങ്ങും. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ അയൺ കാർബൺ ഡയഗ്രാം ഒക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അപ് ടു 2% വരെ ഇത്തരത്തിൽ ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അപ് ടു 2% നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാമിന് അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പക്ഷെ അതാണ്, അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. അത് ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ 2% വരെ പറയുന്നുണ്ട്, പക്ഷെ ഉത്തരത്തിൽ 1.5 വന്നിട്ടുമുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണോ? ശരി. ഓക്കെ, അപ്പോ നമ്മള് പിഗ് അയണുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരുന്നാൽ മതി. ആ ലെവലിൽ, നമ്മുടെ ഒരു എക്സാമിന്റെ ലെവലിൽ ഇത്രയും ബേസിക് ലെവലിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമുക്ക് കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, കാസ്റ്റ് അയൺ. അപ്പൊ പിഗ് അയൺ കണ്ടല്ലോ. പിഗ് അയൺ ആണ് അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ്, സ്മെൽറ്റിംഗ് പ്രോസസ്സ്, അവിടെ ഇത്തരത്തിൽ കോക്ക് പ്യൂറായിട്ട് കോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അയൺ ഓർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈം സ്റ്റോൺ ആണ് ഫ്ലക്സ്, സ്മെൽറ്റ് ചെയ്തു, നമുക്ക് പിഗ് അയൺ കിട്ടി. പിഗ് അയൺ എന്ന് പറയുന്നത് നമുക്കറിയാം ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ ആണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ ഈ പിഗ് അയണെ വെച്ചിട്ടാണ് ബാക്കി എല്ലാം നമ്മൾ നിർമ്മിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പിഗ് അയൺ ആണ്. ഓക്കെ, അപ്പൊ ഈ പിഗ് അയൺ നമ്മൾ എന്താണ്, വീണ്ടും നമ്മൾ കിട്ടുന്ന പിഗ് അയണിനെ നമ്മൾ കളക്ട് ചെയ്ത് അതൊരു ബാറോ ബില്ലറ്റ് ഒക്കെ ആക്കി വെക്കുന്നുണ്ടാവും. പിന്നീട് നമ്മളത് അടുത്ത യൂസിന് വേണ്ടിയിട്ട്, അടുത്ത യൂസ് ഇൻ ദ സെൻസ് അടുത്ത് നമുക്ക് ഏതാണോ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയൺ ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം കാസ്റ്റ് അയൺ. സോ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു 2% മുകളിൽ 2 to 5 റേഞ്ച് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ആ റേഞ്ചിനുള്ളിലാണ് കാർബൺ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പൊ അവിടെ ഇത്തരത്തിൽ കാർബൺ കണ്ടന്റ് കൂടുതലാണ്, അല്ലെ? കാർബൺ കണ്ടന്റ് കൂടുതലാണ്. സോ കാർബൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ വളരെ ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് ഹാർഡ്നെസ് കൂടും. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ബ്രിട്ടിൽ, വളരെ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിട്ടായിരിക്കും അത് നമ്മൾ കിട്ടുന്നുണ്ടാവുക. സോ പൊതുവെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ അയൺ കാർബൺ അലോയ് ഇസ് എൻ ഇന്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ വെയർ കാർബൺ ഒക്യുപ്പൈസ് ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ഓഫ് അയൺ ലാറ്റിസ്. തരത്തിൽ ആ ഒരു ഇന്റർസ്റ്റീഷ്യൽ സ്പേസുകളിലായിരിക്കും ഈ കാർബൺ കണ്ടന്റ് കാണപ്പെടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് അയൺ കാർബൺ സിസ്റ്റത്തിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റീലും കാസ്റ്റ് അയണുമാണ് പ്രധാനമായിട്ടും കാണുന്നതെന്നും ഇവിടെ അലോയ്സ് വിത്ത് കാർബൺ കണ്ടന്റിൽ ലെസ് ദാൻ 2% സ്റ്റീലായിട്ടും നമ്മൾ ആസ് പെർ നമ്മളുടെ ഒരു ഡയഗ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സോ അപ് ടു 2% നമുക്ക് സ്റ്റീൽ എന്നും 2ന് മുകളിലുള്ള 2% മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ കാസ്റ്റ് അയൺ എന്നുമാണ് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ പ്രധാനപ്പെട്ട അയൺ എലമെന്റ്, അയൺ ആറ്റംസിന്റെ ഇടയിലായിട്ട് കാർബൺ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും, അല്ലെ? സോ അത്തരത്തിലാണ് ആ ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ കാർബൺ നിൽക്കുന്നുണ്ടാവുക. ഈ കാർബണിന്റെ ശതമാനം, കാർബൺ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റീൽ ആയിക്കോട്ടെ കാസ്റ്റ് അയൺ ആയിക്കോട്ടെ നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു യൂടെക്റ്റിക് അലോയ് ആണ്, അല്ലെ? യൂടെക്റ്റിക് അലോയ് ആണ്, മെയ്ഡ് ഓഫ് അയൺ ആൻഡ് കാർബൺ. അപ്പൊ എന്താണ് യൂടെക്റ്റിക് അല്ലെങ്കിൽ എന്താണ് യൂടെക്ടോയിഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. തൽക്കാലം ഓർത്തിരുന്നാൽ മതി, അതൊരു യൂടെക്റ്റിക് അലോയ് ആണ്. ഓക്കെ, യൂടെക്റ്റിക് അലോയ് മെയ്ഡ് ഓഫ് അയൺ ആൻഡ് കാർബൺ. അപ്പൊ അതിനകത്ത് കാർബണിന്റെ പെർസെന്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 2 to 4 അല്ലെങ്കിൽ 2 to 5 റേഞ്ച്, ആ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. എബോവ് 2% ആണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അതിനകത്ത് ഇത്തരത്തിൽ സിലിക്കൺ, അതുപോലെ സിലിക്കൺ പ്രധാനമായിട്ടും ഏകദേശം 1 to 3% നമ്മൾ സാധാരണഗതിയിൽ കാസ്റ്റ് അയണോടൊപ്പം തന്നെ അയണും കാർബണോടൊപ്പം തന്നെ ഏകദേശം 1 മുതൽ 3% വരെ സിലിക്കണും സാധാരണഗതിയിൽ കാണാറുണ്ട്. യെസ്, അപ്പൊ ഈ കാസ്റ്റ് അയണൊപ്പം തന്നെ എന്താണ്, മാംഗനീസ്. ഇത്തരത്തിൽ കാസ്റ്റ് അയണിനകത്ത് മാംഗനീസ് വളരെ ചെറിയ പെർസെന്റേജിൽ ഉണ്ടാവാറുണ്ട്. മാംഗനീസ് ഇൻ കാസ്റ്റ് അയൺ മേക്സ് ബ്രിട്ടിൽ ആൻഡ് ഹാർഡ്. ഇത്തരത്തിൽ മാംഗനീസ് കാസ്റ്റ് അയണിനെ അല്പം ബ്രിട്ടിലും അതുപോലെ തന്നെ ഹാർഡ് ആക്കാനും നമ്മളെ സഹായിക്കാറുണ്ട്. ദെൻ ഫോസ്ഫറസ്, നമുക്ക് ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഈ കാസ്റ്റ് അയണിന് ഫ്ലൂയിഡിറ്റി നൽകുന്നത്. കാസ്റ്റ് അയൺ നമുക്കറിയാം, നമുക്ക് ഇത്തരത്തിൽ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുക. കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പ്രൊഡക്ഷനിലൊക്കെ പഠിക്കുന്ന കാസ്റ്റിംഗ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ കാസ്റ്റ് അയൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിൽ അതിനെ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് മോൾഡിനുള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് ഷേപ്പിലേക്ക് എത്തിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ഈ പറയുന്ന ഫ്ലൂയിഡിറ്റി, അല്ലെ, ആ ഒരു കാസ്റ്റ് അയൺ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ആ ഒരു മെറ്റീരിയൽ കൃത്യമായിട്ട് ഫ്ലോ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക സവിശേഷത വേണം, അല്ലെ? അപ്പൊ അത്തരത്തിൽ
നമുക്ക് ആ ഫ്ലൂയിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഫോസ്ഫറസ് ആണ്. സോ ഫോസ്ഫറസ് ഇൻക്രീസസ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് കാസ്റ്റ് അയൺ. ഫ്ലൂയിഡിറ്റി ഓഫ് കാസ്റ്റ് അയൺ. പിന്നീട് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കാസ്റ്റൈനകത്തുള്ള കാർബൺ എന്ന് പറയുന്നത്, കാസ്റ്റൈനിലുള്ള കാർബൺ, അതായത് 2-4 അല്ലെങ്കിൽ 2-5% കാർബൺ കാര്യം പറഞ്ഞല്ലോ. ഈ കാർബൺ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രാഫൈറ്റ് ഫോമിലായിരിക്കും. കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോമിലായിരിക്കും. സോ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ് അല്ലെ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ സോളിഡ് ലൂബ്രിക്കന്റ് ഗ്രാഫൈറ്റ്, അല്ലെങ്കിൽ സെമി സോളിഡ് എന്ന് പറയുമ്പോൾ ഗ്രീസ്, മറ്റ് ഓയിൽ, അങ്ങനെ പലതരത്തിലുള്ള ലൂബ്രിക്കൻസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ലൂബ്രിക്കൻസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? കൃത്യത്തിൽ നമുക്ക് മെഷീനിങ് പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് അവിടെ ഒരു എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാനും അല്ലെ പ്രോപ്പറായിട്ട് നമ്മൾ മെഷീനിങ്ങിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ കാസ്റ്റൈൻ നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ നമ്മൾ ഒരു ലെയ്ത്തിലെടുത്ത് ടേണിങ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മില്ലിംഗ് മെഷീനിൽ മെഷീൻ ചെയ്യുന്നിരിക്കണം ഫോർ എക്സാമ്പിൾ. അപ്പൊ അവിടെയൊക്കെ ഈ കാസ്റ്റൈൻ മെഷീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കാസ്റ്റൈനകത്ത് കാർബൺ എന്ന് പറയുന്നത് ഏതിൽ ഫോമിലാണ് ഇരിക്കുന്നുണ്ടാവുക? ഈ പറയുന്ന നമ്മുടെ സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ഫോമിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസോ മറ്റു കാര്യങ്ങളോ അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. കാര്യം അവിടെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള, ശ്രദ്ധിക്കുക, സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കാസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തരുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരാണ്, കാസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കാര്യം അവിടെ എന്ന് പറയുന്നത് എന്താണ്? ഈ കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോമിലാണെന്നും ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആയതുകൊണ്ട് എന്താണ് അത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഗ്രാഫൈറ്റ് കണ്ടന്റ് ഇൻ കാസ്റ്റൈൻ പ്രൊവൈഡ്സ് എക്സലന്റ് ബെയറിംഗ് ആൻഡ് സ്ലൈഡിംഗ് സർഫസ്, അല്ലെങ്കിൽ സ്ലൈഡിംഗ് സർഫസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റൊരു പ്രോപ്പർട്ടി, ഇത്തരത്തിൽ കാസ്റ്റൈനുകളാണ് പ്രധാനമായിട്ടും നമ്മളുടെ മെഷീൻ കമ്പോണന്റുകളുടെ അല്ലെങ്കിൽ മെഷീൻ ടൂളുകളുടെ എല്ലാം തന്നെ ബെഡ് നിർമ്മിക്കുന്നുണ്ടാവുക അല്ലെ. ബെഡ് അല്ലെ, നമുക്കറിയാം അതിന്റെയൊക്കെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കാസ്റ്റൈൻ കൊണ്ടായിരിക്കും നിർമ്മിക്കുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഡാമ്പിംഗ് കപ്പാസിറ്റി, അതായത് ഡാമ്പിംഗ്, അതായത് അവിടെ വരുന്ന വൈബ്രേഷനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഇത്തരത്തിൽ കാസ്റ്റൈൻ, പ്രധാനമായിട്ടും ഗ്രേ കാസ്റ്റൈൻ ആണ് അത്തരത്തിലുള്ള കഴിവ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഗ്രേ കാസ്റ്റൈനുകൾ അല്ലെങ്കിൽ കാസ്റ്റൈനുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള തരത്തിൽ ബെഡുകൾ, നമ്മളുടെ മെഷീൻ കമ്പോണന്റുകളുടെയൊക്കെ ബെഡ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ടെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാസ്റ്റൈനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി കാസ്റ്റൈൻ നിർമ്മിക്കുന്ന ഫർണസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുപ്പോള ഫർണസ് അല്ലെങ്കിൽ കപ്പോള, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വായിക്കുക, നമുക്ക് വായിച്ചാൽ മതി. സോ കുപ്പോള ഫർണസ് ആണ് കാസ്റ്റൈൻ മാനുഫാക്ചർ. നമ്മൾ പൊതുവെ നമ്മൾ സിവിലായാലും നമ്മൾ കുറെ അധികം ഫർണസുകളെല്ലാം തന്നെ ഇങ്ങനെ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ഇവിടെയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുപ്പോള ഫർണസ് ആണ് കാസ്റ്റൈൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആ ഒരു ഫർണസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുപ്പോള ഫർണസ്. പിഗ് അയണുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റ് ഫർണസ് പഠിച്ചതുപോലെ തന്നെ ഇവിടെ കാസ്റ്റൈനുമായി ബന്ധപ്പെട്ട് കുപ്പോള ഫർണസ് മനസ്സിൽ ഓർത്തിരിക്കാം. യെസ്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ കാസ്റ്റൈനകത്ത് പല ആൾക്കാരുണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, കാസ്റ്റൈനകത്ത് അയൺ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, കുറച്ച് സിലിക്കൺ 1 to 3% സിലിക്കൺ ഒക്കെ ഉണ്ടാവാറുണ്ട്. യെസ്. അപ്പൊ അവിടെ നമുക്ക് മറ്റ് എലമെന്റുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് മെറ്റൽസിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസിൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 രീതിയിലാണ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. ഒന്ന്, നമുക്ക് ഇത്തരത്തിലുള്ള എലമെന്റുകൾ ആഡ് ഓൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രോമിയം ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിക്കൽ ആഡ് ചെയ്യുന്നു, മോളിബ്ലിൻ ആഡ് ചെയ്യുന്നു, കോപ്പർ ആഡ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് എലമെന്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. 2, നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ 2 രീതിയിലാണ് നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ്, നമുക്ക് അതായത് ഡിസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇത്തരത്തിൽ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട്, എങ്ങനെയാണ് കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ നിക്കൽ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോളിബ്ലിനം ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വനേഡിയം, അങ്ങനെ എലമെന്റുകളെല്ലാം തന്നെ ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് വരുത്തിക്കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് റിക്വയർഡ് പ്രോപ്പർട്ടീസ് എത്തിക്കാൻ പറ്റും. അതല്ല, കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് ഒന്നും സംഭവിക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, എസ്പെഷ്യലി അതിനകത്ത് നമുക്ക് അത് ഹീറ്റ് ട്രീറ്റബിൾ ആയിരിക്കണം. അങ്ങനെ ഹീറ്റ് ട്രീറ്റബിൾ ആയിട്ടുള്ള എലമെന്റുകൾ, മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിൽ നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് പ്രോപ്പർട്ടീസ്, ഫോർ എക്സാമ്പിൾ സ്റ്റീൽ സാധാരണഗതിയിൽ വളരെയധികം ഹീറ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട് അല്ലെ. സോ അത്തരത്തിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷനകത്ത് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് റിക്വയർഡ് പ്രോപ്പർട്ടീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ അഡീഷൻ ഓഫ് നിക്കൽ, സോ കാസ്റ്റൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ നമ്മൾ ഫോസ്ഫറസ് നമ്മൾ ഫ്ലൂയിഡിറ്റി കിട്ടാൻ നമ്മളെ സഹായിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ നിക്കൽ നമ്മൾ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിക്കൽ
സോ നിക്കൽ ഇൻ കാസ്റ്റ് അയൺ റിഫൈൻസ് ദ ഗ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഹാസ് എ ഗ്രാഫിറ്റൈസിങ് ഇഫക്ട് ഓൺ സിമെന്റൈറ്റ് അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഗ്രാഫിറ്റൈസിങ് ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സിമെന്റൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സിമെന്റൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അയൺ കാർബൈഡ് ആണ്, അയൺ കാർബൈഡ് ആണ്. അപ്പൊ ഈ ഗ്രാഫിറ്റൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈ അയൺ കാർബൈഡിനെ എന്താണ്, അത് രണ്ടും രണ്ടാക്കുക. അതെ, ഇത്തരത്തിൽ അയണും കാർബണും വേർതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഗ്രാഫിറ്റൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിക്കലിന്റെ സഹായത്തോടു കൂടി ഗ്രാഫിറ്റൈസിംഗ് ഇഫക്റ്റ് അവിടെ നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ സിമെന്റൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി Fe3C ആണ് അല്ലെ. സിമെന്റൈറ്റ് ബേസിക്കലി നമുക്ക് പറയാം Fe3C ആണ്, ദാറ്റ് ഈസ് അയൺ കാർബൈഡ് ഫോം ആണ്. ഇത്തരത്തിൽ കാർബൈഡ് ഫോം ആണ്, കമ്പൈൻഡ് അയൺ കാർബൈഡ് ആണ് Fe3C എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കമ്പൈൻഡ് ഫോം ആണ് ബേസിക്കലി അത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗ്രാഫിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് നിക്കലിന്റെ സഹായത്തോടുകൂടി. പിന്നീട് നോക്കൂ മോളിബ്ലിനം വനേഡിയം. അപ്പൊ ഇത് കാസ്റ്റേണുമായി ബന്ധപ്പെട്ടാണ്. മോളിബ്ലിനം വനേഡിയം, അപ്പൊ മോളിബ്ലിനം വനേഡിയം ഒക്കെ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം അവിടെ ആ ഒരു കാസ്റ്റേന്റെ ഹാർഡ്നെസ് കൂടും. ഓഫ് കോഴ്സ് നമുക്കറിയാം കാർബൺ തന്നെയാണ് മെയിൻ കണ്ടന്റ്. സോ കാർബൺ ഓൾറെഡി കൂടുതലാണ്, ഓൾറെഡി അത് ഹാർഡാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്താണ്, മോളിബ്ലിനവും വനേഡിയവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനെ, ഇത്തരത്തിൽ കാസ്റ്റേൺ ഹാർഡ്നെസ് കൂട്ടുന്നതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്. നെക്സ്റ്റ് ക്രോമിയം ഉണ്ട്. ക്രോമിയം. അപ്പൊ ക്രോമിയം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ ഗ്രാഫിറ്റൈസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്തരത്തിൽ ക്രോമിയം സ്റ്റെബിലൈസ് ചെയ്യും, ഇത്തരത്തിൽ കാർബൈഡ് ഫോം സ്റ്റെബിലൈസ് ചെയ്യും അല്ലെ. അപ്പം ക്രോമിയത്തിന്റെ സഹായത്തോടു കൂടി സ്റ്റെബിലൈസസ് ദ കാർബൈഡ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു. എന്നാൽ നിക്കലിന്റെ സഹായത്തോടു കൂടി എന്താണ്, നിലവിലുള്ള സിമെന്റേറ്റിനെ അല്ലെങ്കിൽ കാർബൈഡ്സിനെ ഗ്രാഫിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ് കോപ്പർ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോപ്പർ ശ്രദ്ധിക്കുക, കോപ്പർ ഇംപ്രൂവ്സ് ദ റെസിസ്റ്റൻസ് ടു കൊറോഷൻ. ഇത്തരത്തിൽ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് കോപ്പർ അല്ലെ. ഇത്തരത്തിൽ ക്ലാവ് പിടിക്കത്തേ ഉള്ളൂ, അത് കൊറോഡ് ആവത്തില്ല എന്ന് നമുക്കറിയാം. കോപ്പർ പൊതുവെ ക്ലാവ് പിടിക്കും, പക്ഷെ കൊറോഷൻ സംഭവിക്കത്തില്ല അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വെൽഡിങ്ങിന്റെ ഒക്കെ റോഡ് നമ്മൾ CCMS, അതായത് കോപ്പർ കോട്ടഡ് ആയിട്ടുള്ള മൈൽഡ് CCMS ഇലക്ട്രോഡുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ ഇത്തരത്തിൽ കോപ്പർ കോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൊറോഷൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. മൈൽഡ് സ്റ്റീലിന്റെ പുറത്ത് കോപ്പറിന്റെ ഒരു കോട്ടിംഗ് ഒക്കെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിൽ മൈൽഡ് ലൈക്ക് CCMS ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. പ്രൊഡക്ഷനിലൊക്കെ വെൽഡിങ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലൊക്കെ കോപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മളുടെ ആ ഒരു ഇലക്ട്രോഡിന്റെ മുകളിലൂടെ കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവുക. എന്തിനു വേണ്ടി, റെസിസ്റ്റൻസ് കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് എത്തിക്കാൻ കഴിയും. സോ ഇത്തരത്തിലാണ് കാസ്റ്റേണുമായി ബന്ധപ്പെട്ട് ഇപ്പം ഫോസ്ഫറസ്, നിക്കല്, മോളിബ്ലിനം, വനേഡിയം, ക്രോമിയം, കോപ്പർ, അതിന്റെയൊക്കെ ഒരു ഇഫക്റ്റ് എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. സോ ദേ ഹാവ് ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കമ്പയർഡ് ടു നമുക്ക് അയണിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 1539. അയണിന്റെ എത്രയായിരുന്നു, അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1539 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിൽ താഴെയാണ് നമ്മളുടെ ഈ കാസ്റ്റേന്റെ വരുന്നുണ്ടാവുക. ഏകദേശം 1180 മുതൽ 1300 അല്ലെങ്കിൽ 1250. അപ്പൊ രണ്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1150 മുതൽ 1300 ഡിഗ്രി സെൽഷ്യസ് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതാണ് നമ്മളുടെ കാസ്റ്റ് അയണിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു കാർബൺ കണ്ടന്റ് വേരി ചെയ്യുന്നതനുസരിച്ചാണ് ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനകത്തുള്ള വ്യത്യാസവും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോകുന്നത് ഈ പറഞ്ഞ കാർബൺ കണ്ടന്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു കാർബൺ കണ്ടന്റ് പലതരത്തിൽ കാണാറുണ്ട്. ഓക്കെ, ഇപ്പം ഈ പറയുന്ന ഫെറസ് ലൈക്ക് ഇപ്പം കാസ്റ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റീൽ ആയിക്കോട്ടെ, ഈ കാർബണിന്റെ കണ്ടന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ കാർബൺ കണ്ടന്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. സോ കാർബൺ ഈസ് പ്രസന്റ് either in combined carbon, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് Fe3C അല്ലെ, അയൺ കാർബൈഡ് ആയിട്ട് കമ്പൈൻഡ് കാർബൺ ആയിട്ട് കാണപ്പെടുന്നുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ കാർബൺ ഇൻ ദ ഫോം ഓഫ് ഗ്രാഫൈറ്റ്. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മളുടെ കാർബൺ കാണപ്പെടുന്നുണ്ടാവുക. ഒന്ന് ഇത്തരത്തിൽ സിമെന്റൈറ്റ് ഫോർമേഷൻ, അതായത് അയൺ കാർബൈഡ്, സിമെന്റൈറ്റ് എന്ന് പറയാറുണ്ട്, അയൺ കാർബൈഡ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഫോം ആയിട്ട് കാണപ്പെടുന്നു. പിന്നീട് വരുന്നത് ഫ്രീ കാർബൺ അല്ലെ, അത് ഗ്രാഫൈറ്റ് ഫോമിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നുണ്ടാവുക. സോ വെൻ ദ അലോയിങ് എലമെന്റ് ആർ പ്രസന്റ്, ദ അലോയ് കാർബൈഡ്സ് ആർ ഫോംഡ് ഇൻ ദ അലോയ് കാസ്റ്റേൺ. ഇത്തരത്തിൽ മറ്റ് അലോയ് എലമെന്റ് ഒക്കെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അലോയ് കാർബൈഡ്സ് ഒക്കെ ഫോം ചെയ്തുകൊണ്ട് അലോയ് കാസ്റ്റേൺ ഫോം ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഫ്രീ കാർബൺ ഉണ്ടല്ലോ, ഈ ഫ്രീ കാർബൺ പ്രധാനമായിട്ടും 3 തരത്തിലായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പൊ അത് ഫ്ലേക്സ് ആയിട്ട് കാണപ്പെടുന്നു, അതുപോലെ തന്നെ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലോബ്യൂൾസുകൾ, അതിനെ നമ്മൾ റോസറ്റി എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റൗണ്ട് നോഡ്യൂളുകളായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഈ കാസ്റ്റേൺ തന്നെ നമ്മൾ ടൈപ്പ് ABCDE എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ്
ഹൈപ്പോയുപെക്ടോയിഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ടൈപ്പ് സിയിലേക്കൊക്കെ നമ്മൾ എത്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്ര ഇടത്തിലേക്കൊന്നും പോയില്ലെങ്കിൽ തന്നെയും നമുക്കിവിടെ ഫ്ലേക്സ് ആയിട്ട് അല്ലെങ്കിൽ ഷേപ്പ് ഗ്ലോബൂൾസുകളായിട്ടും അല്ലെങ്കിൽ റൗണ്ട് നോഡ്യൂളുകളായിട്ടൊക്കെ നമ്മൾ ഈ കാർബൺ കാണപ്പെടുന്നുണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ആ ഒരു നോഡ്യൂൾ ഫോർമേഷൻ ആണ്. നമ്മൾ ഇപ്പം നോഡ്യൂൾ ഫോർമേഷൻ, അപ്പൊ നോഡുലാർ കാസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ DI ഡക്ടൈൽ അയൺ നമ്മൾ കാണാറുണ്ട്. DI പൈപ്പുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം DI പൈപ്പുകളൊക്കെ നിലവിൽ റോഡിന്റെ സൈഡിലൊക്കെ വലിയ കറുത്ത പൈപ്പുകൾ കണ്ടിട്ടുണ്ടോ അല്ലെ? DI പൈപ്പുകൾ. അപ്പൊ ആ DI ഒക്കെ എന്താണ് ബേസിക്കലി? അത് ബേസിക്കലി എന്താണ്? ഈ പറഞ്ഞ കാസ്റ്റേണിന്റെ ഒരു വകഭേദം തന്നെയാണ് ഈ DI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, യെസ് ഇവിടെ കാണുന്നുണ്ടല്ലേ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പോസിഷൻ എന്താണ് മറ്റേ ആഡ് ചെയ്യുന്നതനുസരിച്ച് അല്ലെ, എലമെന്റുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് റിക്വയർഡ് പ്രോപ്പർട്ടീസ് എത്തിക്കാറുണ്ട്. അതല്ല നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിൽ ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മളുടെ റിക്വയർഡ് പ്രോപ്പർട്ടീസ് എത്തിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു കാർബൺ എന്ന് പറയുന്ന സാധനം ഏത് രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളത് അല്ലെ. സോ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഹെൽപ്പ് either the formation of carbide or decomposition of cementite into free carbon. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർബൺ എങ്ങനെ ഇരിക്കുന്നു, അപ്പൊ കാർബൺ ഗ്രാഫൈറ്റ് ആവുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ അത് സിമെന്റേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടി എങ്ങനെ കിട്ടണം എന്നുള്ളത് നമ്മൾ എങ്ങനെ സഹായിക്കാറുണ്ട്? ഇത്തരത്തിൽ ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. സോ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഹെൽപ്സ് either the formation of carbide or decomposition of cementite into ഫ്രീ കാർബൺ. ഇത്തരത്തിൽ ഫ്രീ കാർബൺ ആകാനും അതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള കാർബൈഡ് ഫോർമേഷൻ ഒക്കെ ആകാനും ആര് സഹായിക്കാറുണ്ട്? പലതരത്തിലുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ when the carbon get deposited into graphite, the heat treatment process changes the shape, size and distribution of carbon, like carbon എന്താണ് പാർട്ടിക്കിൾസ് അല്ലെ. ഇത്തരത്തിൽ കാർബൺ പാർട്ടിക്കിൾസിനെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സൈസിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഷേപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് പ്രോപ്പർട്ടീസ് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിരവധി ടൈപ്പ് കാസ്റ്റൈനുകൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ലൈക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ടൈപ്പ് ABCDE എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ടൈപ്പ് ABCD ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഫ്ലേക്സ് ആണോ അല്ലെങ്കിൽ നോഡ്യൂളുകളാണോ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ടൈപ്പുകൾ ഗ്രേഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പ്രധാനമായിട്ടും നമ്മളുടെ നേച്ചർ ഓഫ് ഷേപ്പ്, സൈസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കാർബൺ, മറ്റ് എലമെന്റിന്റെ ഒക്കെ പ്രസൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാസ്റ്റ് അയണിനെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിബിൾ കാസ്റ്റ് അയൺ, നോഡുലാർ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലോയ് കാസ്റ്റ് അയൺ എന്നിങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും ആ ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിബിൾ, നോഡുലാർ ഇത് നാലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ കാസ്റ്റ് അയൺ എന്താണെന്നാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. കാസ്റ്റ് അയണിന്റെ പ്രത്യേകത പറഞ്ഞു, കാസ്റ്റ് അയണിനകത്തുള്ള എലമെന്റുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ ചെയ്യുന്നത്, ആ ഓരോന്നിന്റെയും ഇഫക്റ്റ് എന്താണ് കാസ്റ്റ് അയണിലുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാസ്റ്റ് അയണിനകത്തുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഡിസൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ എലമെന്റുകൾ ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കുറെ തരത്തിലുള്ള കാസ്റ്റ് അയൺ, അപ്പൊ നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്ന കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീലിലേക്ക് പോകും. അപ്പൊ ഈ കാസ്റ്റ് അയണിനകത്ത് 2 to 4 അല്ലെങ്കിൽ 2 to 5% ആണ് കാർബൺ എന്ന് പറയുന്നത്. കാർബൺ എന്ന് പറയുന്നത് അവിടെ ഗ്രാഫൈറ്റ് ഫോമിലായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പൊ കമ്പൈൻഡ് ഫോമിനകത്ത് തന്നെ കമ്പൈൻഡ് ഫോമിലുള്ള ആ ഒരു ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ ഇങ്ങോട്ട് ഏത് രീതിയിലേക്ക് മാറുന്നു, അത് നമ്മൾ ഗ്രാഫൈറ്റ് ഫോമിലേക്ക് മാറുന്നുണ്ടാകും. കാസ്റ്റ് അയണിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു, അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് കാസ്റ്റ് അയണിനകത്താണ് ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിബിൾ കാസ്റ്റ് അയൺ, നോഡുലാർ കാസ്റ്റ് അയൺ. ഇത്തരത്തിലുള്ള കാസ്റ്റ് അയണിന്റെ പ്രത്യേകത, ആപ്ലിക്കേഷൻ എന്താണ്, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗ്രേ കാസ്റ്റ് അയണിലേക്ക് പോകാം. ഗ്രേ കാസ്റ്റ് അയൺ ശ്രദ്ധിക്കാം. ഗ്രേ കാസ്റ്റ് അയൺ പ്രധാനമായിട്ട് നോക്കൂ, അയണും കാർബണും സിലിക്കണും. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അയൺ, കാർബൺ, സിലിക്കൺ. സംശയമൊന്നുമില്ലല്ലോ. സിലിക്കൺ എത്രയാ? 1 to 3% ഉണ്ട്. അപ്പം പ്രധാനമായിട്ടും ഈ പറയുന്ന സിലിക്കൺ കണ്ടന്റ് കൂടുതലായിട്ടുള്ള കാസ്റ്റ് അയണിനെയാണ് നമ്മൾ ഗ്രേ കാസ്റ്റ് അയൺ എന്ന് വിളിക്കുന്നത്. സോ അയൺ വിത്ത് ഹൈ സിലിക്കൺ കണ്ടന്റ്, അയൺ വിത്ത് ഹൈ സിലിക്കൺ കണ്ടന്റ് ആണ്. അത് മാക്സിമം അപ് ടു 3% ആണ്. അപ്പോൾ ഏകദേശം 1 to 3% അവിടെ സിലിക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേ കാസ്റ്റ് എന്ന് പറയാം. സോ കാർബൺ കണ്ടന്റ് നേരത്തെ പറഞ്ഞ പോലെ 2 to 4 അല്ലെങ്കിൽ 2 to 5% ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഗ്രാഫൈറ്റ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലേക്സുകളായിട്ടാണ്. അപ്പം ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഫ്ലേക്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. പിന്നീട് ഇതിന്റെ പ്രത്യേകത ഗ്രേ എന്നുള്ള പേര് വരാൻ കാര്യം ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഗ്രേ അപ്പിയറൻസ് ഉണ്ടാകും. സോ ഫ്രാക്ചേർഡ് സർഫസ് ടേക്സ്
ആണ് ഗ്രേ അപ്പിയറൻസ്. ഒരു ഗ്രേ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ വളരെ ലൈക്ക് എന്താണ് കമ്പാരിറ്റീവ്ലി ടെൻസൈൽ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ കംപ്രസീലോട് എടുക്കുന്നുണ്ടാവും, വളരെ ബ്രിട്ടിലാണ്. സോ ഗ്രേ അയൺ ഈസ് കമ്പാരിറ്റീവ്ലി വീക്ക് ആൻഡ് ബ്രിട്ടിൽ ഇൻ ടെൻഷൻ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വളരെ വീക്കാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കംപ്രസീവ് ഫോഴ്സ് നന്നായിട്ട് എടുക്കുന്നുണ്ടാവും, പക്ഷേ ടെൻസൈലോട് എടുക്കില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ സ്ട്രെങ്തും ഡക്റ്റിലിറ്റി മച്ച് ഹയർ അണ്ടർ കംപ്രസീവ്. സ്ട്രെങ്തും ഡക്റ്റിലിറ്റിയും വളരെയധികം നന്നായിട്ട് കംപ്രസീവ് ലോഡ് എടുക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ മെഷീനറി പാർട്സുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ബെഡ് അല്ലെ, മെഷീനറി പാർട്സുകളെല്ലാം തന്നെ ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാഫൈറ്റ് ഇൻ ദ ഫോം ഓഫ് ഫ്ലേക്സ് ആണ്. ദെൻ അത് എന്താണ് 1 to 3% സിലിക്കൺ ഉണ്ടാവും. ഗ്രേ കാസ്റ്റിനകത്ത് സിലിക്കൺ ഉണ്ടാവാറുണ്ട്. ദെൻ ടെൻഷൻ എടുക്കൂല, ടെൻഷനിലൂടെ അത് എടുക്കൂല, അറിയാലോ ഇത്തരത്തിൽ വളരെ ബ്രിട്ടിലാണ്. സോ ടെൻസൈലിലൂടെ എടുക്കൂല, കംപ്രസീവിലൂടെ നന്നായിട്ട് എടുക്കുന്നുള്ളത് ഓർത്തിരിക്കാം. യെസ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ ഡാമ്പിംഗ് വൈബ്രേഷൻ എനർജി, അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മെഷീൻ കമ്പോണന്റുകളിലൊക്കെ ബെഡുകളായിട്ട് നമ്മുടെ സ്ട്രക്ചർ ബെഡ് യൂസ് ചെയ്യാറുണ്ട്, ബെഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ അവിടെയുള്ള ലൈക്ക് വൈബ്രേഷൻ എനർജി ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ഡാമ്പിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവാറുണ്ട്. സോ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യുന്ന ഡാമ്പറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ, ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ ബേസ് സ്ട്രക്ചർ ഫോർ മെഷീൻസ് ആൻഡ് ഹെവി equipments that are exposed to vibration are frequently constructed of this material. അതായത് നമ്മളുടെ ഹെവി മെഷീനറി ലൈക്ക് മെഷീൻ ടൂളുകളെല്ലാം തന്നെ ബെഡ് മറ്റു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്, ബേസ് സ്ട്രക്ചറുകളെല്ലാം തന്നെ നിർമ്മിക്കുന്നത് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഗ്രേ അയൺ എക്സിബിറ്റ് ഹൈ റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടയർ വളരെയധികം റെസിസ്റ്റ് ചെയ്യപ്പെടുന്നു. ദെൻ എക്സ്പെൻസീവ് അല്ല, ലീസ്റ്റ് എക്സ്പെൻസീവ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രേ കാസ്റ്റ് അയൺ ഈസ് വെൽഡബിൾ ബട്ട് ദ ബേസ് മെറ്റൽ നീഡ് പ്രീ ഹീറ്റിംഗ്. അപ്പം ഗ്രേ കാസ്റ്റ് അയൺ നമുക്ക് ഡയറക്റ്റ് വെൽഡ് ചെയ്യാൻ കഴിയില്ല. സോ ഗ്രേ കാസ്റ്റ് അയൺ നമുക്ക് ഡയറക്റ്റ് വെൽഡ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്യണം അല്ലെ, ആ ഒരു പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡയറക്റ്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം പെട്ടെന്ന് ആ ഒരു എക്സ്പാൻഷൻ ഒക്കെ വരുന്ന സമയത്ത് ഹീറ്റ് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക, ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So grey cast iron is often alloyed with nickel, chromium, vanadium, copper to make tough. അത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പൊതുവെ ഈ പറഞ്ഞ എലമെന്റുകളെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ടഫ്നെസ് നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്, ജനറലൈസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഗ്രേ കാസ്റ്റ് അയണുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ലെവലിൽ നമുക്ക് ഇപ്പൊ ഈ ലെവലിലൊക്കെ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണോ ഗ്രേ കാസ്റ്റ് അയണുമായി ബന്ധപ്പെട്ട്? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നോഡുലാർ കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോ പഠിക്കുന്നത് മെറ്റൽസുമായി ബന്ധപ്പെട്ട് ഫെറസിനകത്ത് തന്നെ സ്റ്റീലും ഉണ്ട്, അതുപോലെ തന്നെ ഫെറസ് അലോയ്സുമായി ബന്ധപ്പെട്ട് സ്റ്റീലും കാസ്റ്റ് അയണും ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ കാസ്റ്റ് അയൺ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അയൺ കാർബൺ ഡയഗ്രാം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടണം. ഓക്കെ, അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇപ്പം കാസ്റ്റ് അയൺ ആയിക്കോട്ടെ സ്റ്റീൽ ആയിക്കോട്ടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി പോകുന്നത്. ഓക്കെ, അപ്പോൾ നോഡുലാർ കാസ്റ്റ് അയൺ, അപ്പൊ ആദ്യം ഗ്രേ കാസ്റ്റ് അയൺ കണ്ടു, നെക്സ്റ്റ് നോഡുലാർ. അപ്പൊ നോഡുലാർ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ നോഡുലാർ അയൺ അല്ലെങ്കിൽ ഡക്ടൈൽ അയൺ അല്ലെങ്കിൽ സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ, എസ് ജി അയൺ സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ അല്ലെങ്കിൽ DI ഡക്ടൈൽ അയൺ അല്ലെങ്കിൽ നോഡുലാർ അയൺ എന്നൊക്കെ അറിയപ്പെടുന്ന ബേസിക്കലി എന്ത് തന്നെയാണ്, നോഡുലാർ കാസ്റ്റ് അയൺ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇവിടെ എന്താണ്, ഈ നേരത്തെ പറഞ്ഞ കാർബൺ എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, കാർബൺ ഫ്ലേക്സ് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നോഡുലാർ കാസ്റ്റ് അയണിൽ വരുമ്പോൾ ആ ഫ്ലേക്സിനെ എന്താക്കി മാറ്റുന്നു, സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റും. അതാണ് ഈ നോഡ്യൂൾസുകൾ എന്ന് പറയുന്നത്, നോഡ്യൂൾസ് അല്ലെങ്കിൽ ചെറിയ സ്പിയർ ഫോമിൽ അല്ലെ, അതാണ് ഈ സ്പിറോയിഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നോഡ്യൂളുകളായിട്ട് അല്ലെങ്കിൽ സ്പിറോയിഡലായിട്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ ഫോമിലേക്ക് നമ്മൾ ആരെ മാറ്റുന്നു, തൊട്ടു മുന്നേ ഗ്രേ കാസ്റ്റ് അയണിൽ കണ്ട കാർബൺ ഫ്ലേക്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നോഡുലാർ അയൺ അല്ലെങ്കിൽ നോഡുലാർ കാസ്റ്റ് അയണിലേക്ക് വരുമ്പോൾ ആ ഫ്ലേക്സിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റുന്നു. അതെങ്ങനെയാണ് മാറ്റുന്നത്, ബൈ ആഡിങ് മഗ്നീഷ്യം ആൻഡ് സെറിയം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബൈ ആഡിങ് മഗ്നീഷ്യം ആൻഡ് സെറിയം. മഗ്നീഷ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മഗ്നീഷ്യം ആൻഡ് സെറിയം. So by adding magnesium and cerium, so the gray cast iron can be converted into graphite. Like gray cast iron ennulla carbon, so in the form of flakes ആയിരിക്കും, that can be converted into spherical form അല്ലെ, spherical ഫോമിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഈ സ്പെറിക്കൽ ഫോമിലേക്ക് മാറുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ എൻഹാൻസ് ദ മെഷീനബിലിറ്റി ഓഫ് മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയലിന്റെ മെഷീനബിലിറ്റി എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും അല്ലെ. സോ മെഷീനബിലിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു അല്ലെ, അതാണ് അതിന്റെ പ്രത്യേകത. സോ സ്പെറിക്കൽ ഫോം ആകുമ്പോൾ കുറച്ചുകൂടെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കാസ്റ്റിംഗ്സ് ആർ സ്ട്രോങ്ങർ ആൻഡ് മച്ച് മോർ ഡക്ടൈൽ ദാൻ ഗ്രേ അയൺ. ഗ്രേ കാസ്റ്റ് അയണിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ
കുറച്ചുകൂടി സ്ട്രോങ്ങറും ഡക്റ്റൈലുമാണ്. പ്രധാനമായിട്ടും നമ്മൾ ഇത്തരത്തിൽ DI ലൈക്ക് നമ്മളുടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പൈപ്പൊക്കെ നിർമ്മിക്കുന്ന DI പൈപ്പ് അല്ലെ, DI പൈപ്പ് എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ അയൺ. അപ്പൊ DI പൈപ്പ് പണ്ട് കാലങ്ങളിൽ കാസ്റ്റ് അയൺ പൈപ്പ് ഡയറക്റ്റ് യൂസ് ചെയ്യായിരുന്നു. അറിയാമല്ലോ, കാസ്റ്റ് അയൺ പൈപ്പ് ആയിരുന്നു പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ എന്താണ് ബേസിക്കലി ഈ പറഞ്ഞ ഡക്റ്റൈൽ അയൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡക്റ്റൈൽ ആണ്. അപ്പോൾ കാസ്റ്റ് അയൺ മറ്റൊരു ടൈപ്പ് തന്നെയാണ് ഈ DI എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് കോട്ടിങ് അല്ലെ, ഇത്തരത്തിൽ ടാറിന്റെ കോട്ടിങ് കൊടുത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു കറുത്ത കളറിൽ നമ്മൾ കാണുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള DI പൈപ്പുകൾ ബേസിക്കലി എന്താണ് നോഡുലാർ കാസ്റ്റ് അയൺ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ കുറച്ചുകൂടി ഡക്റ്റൈൽ ആണ് അല്ലെ, അതാണ് ഡക്റ്റൈൽ അയൺ, DI ഡക്റ്റൈൽ അയൺ. പക്ഷെ നമുക്കറിയാം കാസ്റ്റ് അയൺ ഒക്കെ എന്താണ് ബ്രിട്ടിലാണ്. പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഡക്ടിലിറ്റി ഉള്ള കാസ്റ്റ് അയൺ ആണ്. ഡക്ടിലിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആണ് ഇത്തരത്തിൽ നോഡുലാർ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗ്രേ കാസ്റ്റ് അയണെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സ്ട്രോങ്ങും ഡക്റ്റൈലും ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായിട്ടും പൈപ്സ്, ഗിയർ, വാൽവ്, പമ്പിന്റെ ബോഡി, ക്രാങ്ക് ഷാഫ്റ്റ്, റോക്കർ ആം, അങ്ങനെയുള്ള നിരവധി കമ്പോണന്റുകൾ ഇത്തരത്തിൽ നോഡുലാർ കാസ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഓർത്തിരിക്കാം. അത് മനസ്സിലാക്കുക. നോഡുലാർ കാസ്റ്റ് അയൺ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചിൽഡ് കാസ്റ്റ് അയൺ. ഓക്കെ ആണല്ലോ. വൈറ്റ് കാസ്റ്റ് അയൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചിൽഡ്. ചിൽഡ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കറിയാം തണുപ്പാണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത, പെട്ടെന്ന് തണുപ്പിക്കുക എന്നുള്ളത്. സോ റാപ്പിഡ് കൂളിംഗ്, അതാണ് ഇതിന്റെ പ്രത്യേകത. സോ റാപ്പിഡ് കൂളിംഗിന്റെ ഫലമായിട്ടാണ് വൈറ്റ് കാസ്റ്റ് അയൺ നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇറ്റ്സ് എ ലോ സിലിക്കൺ. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സിലിക്കൺ ഉണ്ടാവുക എവിടെയാണ്, ദാറ്റ് ഈസ് ഏറ്റവും കൂടുതൽ സിലിക്കൺ കണ്ടന്റ് ഉള്ള കാസ്റ്റ് അയൺ ആണെന്ന് ചോദിച്ചാൽ അത് ഗ്രേ കാസ്റ്റ് അയൺ ആണ്. നമ്മൾ ആദ്യം പഠിച്ച ഗ്രേ കാസ്റ്റ് അയൺ. ഇത്തരത്തിൽ വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോ സിലിക്കൺ കാസ്റ്റ് അയൺ. ശ്രദ്ധിക്കുക, ഇറ്റ്സ് എ ലോ സിലിക്കൺ കാസ്റ്റ് അയൺ formed by rapid cooling rate result in microstructure in which most of the carbon exists as a cementite. നമുക്കറിയാം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ സിമെന്റൈറ്റ്, ദാറ്റ് ഈസ് Fe3C സിമെന്റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അയൺ കാർബൈഡ് അല്ലെങ്കിൽ സിമെന്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന സിമെന്റൈറ്റ് ഫോമിലേക്കായിരിക്കും പെട്ടെന്ന് തണുപ്പിക്കുന്ന സമയത്ത് റാപ്പിഡ് കൂളിംഗിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പറയുന്ന മൈക്രോ സ്ട്രക്ചർ എന്തായിട്ട് മാറുന്നു, സിമെന്റൈറ്റ് ആയിട്ട് മാറുന്നു. സിമെന്റൈറ്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സിമെന്റൈറ്റ് ആയതുകൊണ്ട് ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ടൈപ്പ് അയൺ ആണ് വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ എക്സ്ട്രീംലി ഹാർഡ് ആണ്, എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആണ്, മെഷീൻ ചെയ്യാൻ കഴിയില്ല, അൺമെഷീനബിൾ ആണ്, കനോട്ട് ബി വെൽഡ്, നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയില്ല, മെഷീൻ ചെയ്യാൻ കഴിയില്ല, വളരെയധികം ഹാർഡും ബ്രിട്ടിലുമാണ്. സോ അത്തരത്തിലുള്ള എക്സ്ട്രീം പ്രോപ്പർട്ടി ഉള്ള ഒരു കാസ്റ്റ് അയൺ ആണ് ഈ വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റ് കാസ്റ്റ് അയൺ നമുക്ക് പറയാം ചിൽഡ് കാസ്റ്റ് അയൺ. ചിൽഡ് എന്ന് പറയുമ്പോൾ തണുപ്പാണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ പെട്ടെന്ന് തണുപ്പിക്കണം, ദാറ്റ് ഈസ് റാപ്പിഡ് കൂളിംഗിന്റെ ഭാഗമായിട്ട്. നമുക്കറിയാം പെട്ടെന്ന് തണുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ സിമെന്റൈറ്റ് അല്ലെ, ഹാർഡസ്റ്റ് സ്ട്രക്ചറിലേക്ക് വരിക അല്ലെ. അവൻ ഏറ്റവും കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർട്ടൺ സൈറ്റിലേക്കൊക്കെ നമ്മൾ എത്താറുണ്ട്. അതും ഏറ്റവും ഹാർഡസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് എക്സിസ്റ്റ് സിമെന്റൈറ്റ് ഫോമിലേക്ക് വരുന്നുണ്ടാവും. അവിടെ ഇത്തരത്തിൽ ഒരു അത് നമ്മൾ വൈറ്റ് എന്നുള്ള പേര് വരാൻ കാര്യം, നമ്മൾ ഗ്രേ കാസ്റ്റിനകത്ത് ഗ്രേ എന്നുള്ള പേര് വരാൻ കാര്യം എന്തായിരുന്നു, നമ്മളത് പൊട്ടിച്ചു അല്ലെ, ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഗ്രേ കളർ വരുന്നു. സോ ഇതും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഫ്രാക്ചേർഡ് സർഫസ്, ഫ്രാക്ചർ ചെയ്തിട്ടുള്ള സർഫസ് നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് അപ്പിയറൻസ് കാണപ്പെടുന്നു. സോ അതുകൊണ്ടാണ് വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ലോ സിലിക്കൺ കാസ്റ്റ് അയൺ ആണ്, ലോ സിലിക്കൺ കാസ്റ്റ് അയൺ ആണ്. റാപ്പിഡ് കൂളിംഗിന്റെ ഭാഗമായിട്ട് അവിടെ സിമെന്റേറ്റ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് കാർബൺ എന്ന് പറയുന്നത് ഏത് ഫോമിലേക്ക് വരുന്നു, നേരത്തെ ആദ്യം അത് ലൈക്ക് ഗ്രേ കാസ്റ്റ് അയണിനകത്ത് കാർബൺ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരുന്നു, കാർബൺ എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റ് അയണിനകത്ത് കാർബൺ ഏത് ഫോമിലായിരുന്നു, ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ ഏത് ഫോമിലായിരുന്നു, ഫ്ലേക്സ്. യെസ്, ഫ്ലേക്സ് ആയിട്ടായിരുന്നു അല്ലെ. ഗ്രേ കാസ്റ്റിനകത്ത് ഫ്ലേക്സ് ആയിരുന്നു. പിന്നീട് അത് എന്തായി, നോഡുലാർ കാസ്റ്റിനിൽ എന്തായി, അത് സ്പെറിക്കലായി. ഇനി വൈറ്റ് കാസ്റ്റിനിൽ എന്തായി, അതിനെ നമ്മൾ എന്താ ഇത്തരത്തിൽ ആ ഒരു കാർബൺ സിമെന്റേറ്റ് ഫോമിലേക്ക് മാറി അല്ലെ. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഹാർഡാണ്. സോ അത് അൺമെഷീനബിൾ ആണ്, മെഷീൻ ചെയ്യാൻ കഴിയില്ല, അത് വെൽഡ് ചെയ്യാൻ കഴിയില്ല, വളരെ ഹാർഡും ബ്രിട്ടിലുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് പൊതുവെ യൂസ് ചെയ്യാൻ കഴിയുന്നത് റോളേഴ്സ് ഇൻ റോളിംഗ് മില്ല്, പമ്പിംഗ് ലൈനിങ്, അതായത് പമ്പിന്റെ ഒക്കെ ലൈനിങ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ റോളിംഗ് മില്ലുകളിൽ റോളറായിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിൽ വൈറ്റ് കാസ്റ്റ് പ്രിഫർ ചെയ്യാൻ സാധിക്കും. യെസ്, അപ്പൊ അതാണ് വൈറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ചിൽഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മാല്യബിൾ കാസ്റ്റ് ആണ് അല്ലെ. മാല്യബിൾ ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലെ, ഡക്ടൈൽ അയൺ, മാല്യബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഷീറ്റ് ഫോമിലേക്ക് എത്താൻ പറ്റും അല്ലെ, കംപ്രസീവോട് ഇത്തരത്തിൽ ഷീറ്റ് ഫോമിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് മാല്യബിൾ കാസ്റ്റ് അയൺ. അപ്പൊ ഈ മാല്യബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ ഈ പറയുന്ന തൊട്ട് മുന്നേ കണ്ട വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടല്ലോ, വൈറ്റ് കാസ്റ്റ് അയൺ, ഈ വൈറ്റ് കാസ്റ്റ് അയണെ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് ഈ മാല്യബിൾ കാസ്റ്റ് അയൺ കിട്ടുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വൈറ്റ് കാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ 800 മുതൽ 900 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മണിക്കൂർ ആ പ്രൊലോങ്ഡ് പീരീഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ന്യൂട്രൽ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് തന്നെ ബേസിക്കലി. അങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ഈ മാലിബിൾ കാസ്റ്റ് അയൺ. മാലിബിൾ കാസ്റ്റ് അയൺ ഇത്തരത്തിൽ ആ ഒരു സിമെന്റേറ്റ് ഉണ്ടല്ലോ നമുക്ക് തൊട്ട് മുന്നേ, അതായത് വൈറ്റ് കാസ്റ്റ് അയണിൽ നിന്നിട്ടുള്ള സിമെന്റേറ്റ്, വൈറ്റ് കാസ്റ്റൈനുള്ള സിമെന്റേറ്റിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് എന്താണ്, ഗ്രാഫൈറ്റിക് കാർബൺ ഇറഗുലർലി ഷേപ്ഡ് ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ റോസറ്റ് ആക്കി മാറ്റുന്നു. അത് നമ്മൾ ടെമ്പർ കാർബൺ എന്ന് പറയുന്നത്, ടെമ്പർ കാർബൺ എന്ന് പറയുക കേട്ടോ. അപ്പൊ അത്തരത്തിൽ മാലിബിൾ കാസ്റ്റൈൻ നിർമ്മിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റൈൻ ആണ്. വൈറ്റ് കാസ്റ്റൈനകത്ത് നമുക്കറിയാം സിമെന്റേറ്റ് ഫോമിലാണ്. ആ സിമെന്റേറ്റ് ഫോമിൽ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മറ്റ് എന്താണ് വീണ്ടും അതിനെ ഗ്രാഫൈറ്റിക് കാർബണിലേക്ക് മാറ്റിക്കൊണ്ട് ഗ്ലോബ്യൂൾസ് ചെറിയ രീതിയിലുള്ള അല്ലെ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലോബ്യൂളുകളാക്കി മാറ്റുന്നു. സോ അത്തരത്തിലാണ് ആ ഒരു മാലിബിലിറ്റി കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ മാലിബിൾ കാസ്റ്റൈൻ വളരെയധികം എന്താണ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണഗതിയിൽ പൈപ്പ് ഫിറ്റിംഗ്സ്, എൽബോസ്, ടീസ്, യൂണിയൻസ്, അതുപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളിലൊക്കെ നമ്മൾ ഫ്രെയിമുകളൊക്കെ നമ്മൾ ഇത്തരത്തിൽ മൈക്രോമീറ്ററിന്റെ ഒക്കെ ഫ്രെയിം മാലിബിൾ കാസ്റ്റൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ അധികം ആപ്ലിക്കേഷനുകൾ ഉള്ള ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റൈൻ തന്നെയാണ് ഈ മാലിബിൾ കാസ്റ്റൈൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഓർത്തിരിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, വൈറ്റ് കാസ്റ്റൈനിൽ നിന്നുമാണ് നമ്മളുടെ ആ ഒരു മാലിബിൾ കാസ്റ്റൈൻ നിർമ്മിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് അവിടെ ഈ പറയുന്ന സിമെന്റൈറ്റിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു, റോസറ്റ് അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസുകളാക്കി മാറ്റുന്നു. ടെമ്പർ കാർബൺ തന്നെ നമ്മൾ ടെമ്പർ കാർബൺ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അവിടെ നോക്കിയാൽ മതി മാലിബിൾ കാസ്റ്റൈനുമായി ബന്ധപ്പെട്ട്. യെസ്, നെക്സ്റ്റ് റോട്ട് അയൺ ആണ്, മറ്റൊരു അയണാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. റോട്ട് അയൺ. അപ്പൊ കാസ്റ്റൈനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? ഗ്രേ കാസ്റ്റൈൻ, വൈറ്റ് കാസ്റ്റൈൻ, മാലിബിൾ കാസ്റ്റൈൻ, നോഡുലർ കാസ്റ്റൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓരോന്നിന്റെ പ്രത്യേകത ഓർക്കുക. അപ്പൊ ഗ്രേ കാസ്റ്റൈന്റെ പ്രത്യേകത എന്താണ്, വൈറ്റ് കാസ്റ്റൈന്റെ പ്രത്യേകത എന്താണ്, മാലിബിൾ കാസ്റ്റൈന്റെ പ്രത്യേകത, നോഡുലർ അല്ലെങ്കിൽ TI കാസ്റ്റൈന്റെ പ്രത്യേകത എന്താണ്, അത് മനസ്സിലേക്ക് വരിക പെട്ടെന്ന് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ എന്താണ് ഒരു ഐഡിയ നമുക്ക് വേണം. അത്രേ ഉള്ളൂ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ വാല്യൂസ് ഒന്നും കൃത്യമായിട്ട് അങ്ങനെ ഒന്നും ചോദിക്കത്തൊന്നുമില്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. യെസ്, അപ്പോൾ മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ടൈപ്പ് അയണിലേക്ക് വരാം നമുക്ക്, ദാറ്റ് ഈസ് റോട്ട് അയൺ. ഓക്കെ, നമുക്ക് പിഗ് അയൺ കണ്ടു. പിഗ് അയൺ നമ്മൾ ആദ്യമേ കണ്ടു, ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ. അതിനുശേഷം കാസ്റ്റ് അയൺ കണ്ടു. പിഗ് അയണിൽ നിന്നും നമ്മൾ ഏത് ഫർണസിലാണ്, കുപ്പോള ഫർണസിൽ നമ്മൾ സ്മെൽറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, കാസ്റ്റ് അയൺ കിട്ടുക. ഈ കാസ്റ്റ് അയൺ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പുകളാണ് തൊട്ടു മുന്നേ നമ്മൾ കണ്ടത്. ഓക്കെ, ഈ കാസ്റ്റ് അയൺ കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് റോട്ട് അയൺ. റോട്ട് അയൺ ഓക്കെ ആണോ? റോട്ട് അയൺ. റോട്ട് അയണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത് അല്ലെ. കമ്പാരിറ്റീവ്ലി ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത് റോട്ട് അയൺ ആണ്. റോട്ട് അയൺ. അപ്പൊ റോട്ട് അയണിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ശരിക്കും പറഞ്ഞാൽ റോട്ട് അയൺ ഹാവ് എ ഫൈബറസ് സ്ട്രക്ചർ. ഒരു ഫൈബറസ് സ്ട്രക്ചറിലായിരിക്കും നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ടാവുക. റോട്ട് അയണിന്റെ പ്രത്യേകത, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകത, വളരെയധികം ടഫ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. അതായത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്രെയിൻസിന്റെ ഒക്കെ ഹൂക്സുകൾ അല്ലെ, ക്രെയിൻസിന്റെ ഒക്കെ ഹൂക്സുകൾ സാധാരണഗതിയിൽ നിർമ്മിക്കുന്നുണ്ടാവുക റോട്ട് അയൺ കൊണ്ടാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ടഫ്നെസ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് റോട്ട് അയൺ. വളരെ ടഫാണ്, മാലിയബിൾ ആണ്, ഡക്ടൈൽ ആണ്. സോ ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് സഡൻ ഷോക്ക് അല്ലെ, ഇമ്പാക്ട് ലോഡ് അല്ലെങ്കിൽ സഡൻ ഷോക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വിസ്റ്റാൻഡ് ചെയ്യാൻ എന്താണ് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്. സോ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് തന്നെ പറയുമ്പോൾ നമുക്കവിടെ കാർബൺ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് 0.02 to 0.03% കാർബൺ ആൻഡ് 1 to 2% സ്ലാഗ്. അത്രയും അവിടെ വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ അയൺ ആണ്. സോ പ്യൂറസ്റ്റ് ഫോം ഓഫ് എമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഈസിലി വെൽഡഡ്. നമുക്കത് വെൽഡ് ചെയ്യാനും ഫോർജ് ചെയ്യാനൊക്കെ വളരെ നന്നായിട്ട് പറ്റും. ഈ റോട്ട് അയൺ നിർമ്മിക്കുന്ന ഫർണസിനെ നമ്മൾ പഡ്ലിംഗ് ഫർണസ് എന്ന് ഓർത്തിരിക്കുക. പഡ്ലിംഗ് ഫർണസ് ആണ്. ആ പ്രോസസ്സിനെ നമ്മൾ പഡ്ലിംഗ് പ്രോസസ് എന്ന് വിളിക്കാറുണ്ട്. ഇതാണ് പഡ്ലിംഗ് പ്രോസസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, പഡ്ലിംഗ് പ്രോസസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, പഡ്ലിംഗ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. സോ റോട്ട് അയണുമായി ബന്ധപ്പെട്ട് പഡ്ലിംഗ് എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഡ്ലിംഗ് പ്രോസസ് അല്ലെങ്കിൽ പഡ്ലിംഗ് ഫർണസ് ആണ്. സോ വളരെ സ്ലോ പ്രോസസ് ആണ് നടക്കുന്നുണ്ടാവുക. ദെൻ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. ഫൈബർ സ്ട്രക്ചർ ആണ്. കാർബൺ കണ്ടന്റ് വളരെ കുറവായിരിക്കും. വളരെ ടഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. നമുക്കറിയാം വളരെ ടഫ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സഡൻ ഷോക്കുകളൊക്കെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള വളരെ ടഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റോട്ട് അയണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു അയൺ ഏരിയയിൽ വരുന്ന സമയത്ത് കാസ്റ്റ് അയൺ. അപ്പം പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ. പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ.
അതുപോലെ കാസ്റ്റേണുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകേണ്ടത്, അതായത് ടൈപ്സ് ഓഫ് കാസ്റ്റേൺ. അത് യഥാർത്ഥത്തിൽ മാലിബിൾ കാസ്റ്റേൺ, നോഡുലാർ കാസ്റ്റേൺ, ഗ്രേ കാസ്റ്റേൺ, വൈറ്റ് കാസ്റ്റേൺ, അങ്ങനെ പ്രധാനപ്പെട്ട 4 കാസ്റ്റേൺ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്റ്റീലാണ്. ഓക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? പിഗ് അയൺ, നമ്മൾ ബേസിക് ആയിട്ട് മെറ്റൽസിൽ തുടങ്ങി അയൺ, ദെൻ പിഗ് അയൺ, ദെൻ അതുപോലെ തന്നെ കാസ്റ്റ് അയൺ, റോട്ട് അയൺ, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് സ്റ്റീലിലേക്ക് വരാം. സ്റ്റീലിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ. സ്റ്റീലിന്റെ പ്രത്യേകത എന്താ? ഏകദേശം 0 to 1 പോയിന്റ് അല്ലെങ്കിൽ 0.1% to 1.5% ഓഫ് കാർബൺ ഓർത്തിരിക്കുക. 0.1 to 1.5% ഓഫ് കാർബൺ ആണ് അവിടെ വേരി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോ കാർബൺ അല്ലെങ്കിൽ ഡെഡ് മൈൽഡ് സ്റ്റീൽ ഉണ്ട്. അതുപോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ, ദെൻ മീഡിയം കാർബൺ സ്റ്റീൽ, ദെൻ ഹൈ കാർബൺ സ്റ്റീൽ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ കാർബൺ കണ്ടന്റ് ആണ്. അപ്പോൾ ഈ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തായിരിക്കും? സോ ഫ്രീ ഗ്രാഫൈറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് സ്റ്റീൽ. അതാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് എപ്പോഴാണോ ഈ ഫ്രീ ഗ്രാഫൈറ്റ് കമ്പൈൻഡ് ഫോം അല്ലെങ്കിൽ അയൺ കാർബൈഡ് സിമെന്റേറ്റ് ഫോമിൽ നിന്ന് എപ്പോഴാണോ ഫ്രീ ഗ്രാഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ ആ ബൗണ്ടറിയാണ് ഇത് തമ്മിൽ, അതായത് കാസ്റ്റേണും സ്റ്റീലും തമ്മിൽ അവിടുത്തെ ബൗണ്ടറി എന്ന് പറയുന്നത്. എപ്പോഴാണോ ഫ്രീ ഗ്രാഫൈറ്റ് അവൈലബിൾ ആവുന്നത്, സോ ഫ്രീ ഗ്രാഫൈറ്റ് അവൈലബിൾ ആവുന്നത് ആ നിമിഷം മുതൽ തന്നെ കാസ്റ്റിനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാകും. സോ ഇഫ് ദ കാർബൺ ഈസ് പ്രസന്റ് അറ്റ് മോർ ദാൻ 1.5% ഡസ് നോട്ട് കമ്പൈൻ വിത്ത് അയൺ ആൻഡ് പ്രസന്റ് ആസ് എ ഫ്രീ ഗേറ്റ്. സാധാരണഗതിയിൽ 1.5 മുകളിലേക്ക് പോകുമ്പോൾ ഇത് കമ്പൈൻഡ് ഫോമിൽ അങ്ങനെ നിൽക്കാറില്ല. ഓക്കെ, ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഫ്രീ ഗ്രാഫൈറ്റ് പ്രസൻസ് കണ്ടു തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന 1.5 മുതൽ പൊതുവെ നമ്മൾ ഇത്തരത്തിൽ കാസ്റ്റേൺ എന്നുള്ള രീതിയിലേക്കുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, പ്രസൻസ് ഓഫ് ഫ്രീ ഗ്രാഫൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മെറ്റീരിയൽ ഈസ് കാസ്റ്റേൺ. ഇത്തരത്തിൽ ഫ്രീ ഗ്രാഫൈറ്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ മെറ്റീരിയൽ ഈസ് കാസ്റ്റേൺ. ഇഫ് ദർ ഇസ് നോ ഫ്രീ ഗ്രാഫൈറ്റ്, അവിടെ ഫ്രീ ഗ്രാഫൈറ്റ് ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റീരിയൽ ഈസ് സ്റ്റീൽ. അല്ലെ, ഇത്തരത്തിൽ ഫ്രീ ഗ്രാഫൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ, ഫ്രീ ഗ്രാഫൈറ്റ് പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കാസ്റ്റേൺ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ ആണ്. അപ്പോ ഇവിടെ സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഡെഡ് സ്റ്റീല്, അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. അപ്പൊ അത്തരത്തിലാണ് പ്ലെയിൻ സ്റ്റീലുകളെ നമ്മൾ സ്റ്റീലിനെ പൊതുവെ പ്ലെയിൻ സ്റ്റീലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഡെഡ് സ്റ്റീൽ എന്നും. അപ്പൊ 0.1 താഴെയാണ് പെർസെന്റേജ് എന്നുണ്ടെങ്കിൽ 0.1 പൊതുവെ നമ്മൾ റേഞ്ച് ആണ് 0.1% കാർബണിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഡെഡ് സ്റ്റീൽ, ദെൻ 0.1 to 0.3% ആണ് 3% കാർബൺ ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീല്, ദെൻ 0.3 to 0.6% ഓഫ് കാർബൺ ആണെന്നുണ്ടെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീല്, ദെൻ 0.6 to 1.5% വരെ നമുക്ക് ഹൈ കാർബൺ സ്റ്റീൽ. അപ്പൊ അത് ഒരു റേഞ്ച് ആണ്, എക്സാക്ട് വാല്യൂ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, എനിവേ ആ ഒരു റേഞ്ച് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് 0.1% താഴെയാണെങ്കിൽ ഡെഡ്, 0.1 to 0.3% മൈൽഡ്, ദെൻ മൈൽഡ് അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ കേട്ടോ, മൈൽഡ് അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ. ദെൻ അതുപോലെ തന്നെ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.3 to 0.6% ആണ്. ദെൻ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.6 to 1.5% റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. സോ അതുപോലെ തന്നെ അലോയ് സ്റ്റീലിലേക്ക് വരുമ്പോൾ ലോ അലോയ് സ്റ്റീൽ, ഹൈ അലോയ് സ്റ്റീൽ എന്നുള്ള രീതിയിൽ 2 ക്ലാസിഫിക്കേഷൻ ആണ് അലോയ് സ്റ്റീൽ എന്നുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വാല്യൂ ആണ് നേരത്തെ പറഞ്ഞ 1.5% താഴെയാണെങ്കിൽ ഡെഡ് സ്റ്റീൽ, ഡെഡ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഡെഡ് സ്റ്റീൽ എന്നറിയപ്പെടുന്നു. 0.1 to 0.25 അല്ലെങ്കിൽ 0.3 കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. സോ മൈൽഡ് സ്റ്റീൽ 0.3 to 0.6 ആണെന്നുണ്ടെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീൽ, 0.61 to 1.5 ആണെങ്കിൽ അത് ഹൈ കാർബൺ സ്റ്റീൽ എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു റേഞ്ച് നമ്മുടെ ആ ഒരു സ്റ്റീലുമായി ബന്ധപ്പെട്ട് കാർബൺ കണ്ടന്റ് എത്രയാന്നുള്ളൊരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ് നമുക്ക് അലോയ് സ്റ്റീലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടൈപ്പ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാറുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് കൊറോഷൻ ആണ്. അതിനകത്ത് ക്രോമിയം, ഇത്തരത്തിൽ കൊറോഷൻ റെസിസ്റ്റൻസിനായിട്ട് ക്രോമിയം നമ്മൾ 12 ഏകദേശം റേഞ്ച് ആണ് 12 to 14 രണ്ടും കണ്ടിട്ടുണ്ട്. 12 to 14% സാധാരണ യൂസ് ചെയ്യാറുണ്ട്. 12 to 14% ക്രോമിയം ആയിരിക്കും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടാവുക. സോ ക്രോമിയത്തിന്റെ പ്രത്യേകത കൊറോഷൻ റെസിസ്റ്റൻസ് എൻഹാൻസ് ചെയ്യുന്നു. കൊറോഷൻ റെസിസ്റ്റൻസ് മേ ഓൾസോ ബി എൻഹാൻസ്ഡ് ബൈ നിക്കൽ മോളിബ്ഡനൈറ്റ് അഡീഷൻ. ഓൾസോ നൈട്രജൻ ഇംപ്രൂവ്സ് റെസിസ്റ്റൻസ് ടു പിറ്റിംഗ് കൊറോഷൻ. ഇതിനകത്ത് നൈട്രജൻ പിറ്റിംഗ് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ജനറലൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രോമിയം 12% ആഡ് ചെയ്യാറുണ്ട്. സോ കൊറോഷൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കാം. നെക്സ്റ്റ് വരുന്ന അലോയ് സ്റ്റീൽ ആണ് ഹൈ സ്പീഡ് സ്റ്റീൽ, HSS എന്ന് പറയാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കട്ടിംഗ് ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ HSS യൂസ് ചെയ്യാറുണ്ട്, ഹൈ സ്പീഡ് സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആണ് ഇത്തരത്തിലുള്ള ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്.
ഇതിന്റെ പ്രത്യേകത കട്ടിങ് എബിലിറ്റി ആണ്. ഇത്തരത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്നെസ് വാല്യൂ വളരെ കൂടുതലാണ്. ഏകദേശം 67 റോക്കോയിൽ ഹാർഡ്നെസ് നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. 67 HRC ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ടൂൾ സ്റ്റീലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ടങ്സ്റ്റൺ ബേസ്ഡ് ആയിട്ടും ഉണ്ട്, മോളിബ്ഡനം ബേസ്ഡ് ആയിട്ടും ഉണ്ട്. അല്ലെ, ടങ്സ്റ്റൺ ബേസ്ഡും ഉണ്ട്, മോളിബ്ഡനം ബേസ്ഡും ഉണ്ട്. അപ്പൊ മറ്റൊരു ചോദ്യം ചോദിക്കാറുള്ളത് സാധാരണ 1841 സ്റ്റീല്, 1841 ടൂൾ സ്റ്റീല് എന്താണ് 18, എന്താണ് 4, എന്താണ് 1 എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അത് ടങ്സ്റ്റൺ ക്രോമിയം വനേഡിയത്തിന്റെ പെർസെന്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ടങ്സ്റ്റൺ പകരം നമുക്ക് മോളിബ്ഡനം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, മോളിബ്ഡനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടങ്സ്റ്റൺ ബേസ്ഡും ഉണ്ട്, മോളിബ്ഡനം ബേസ്ഡും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ടങ്സ്റ്റൺ അല്ലെങ്കിൽ മോളിബ്ഡനം ആണ് ഏകദേശം 18% വരുന്നുണ്ടാവുക. സോ ഹീറ്റ് റെസിസ്റ്റിംഗ് അഡിറ്റീവ് ആണ്. അതുപോലെ തന്നെ ക്രോമിയം നമുക്ക് 4% ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. വനേഡിയം എന്ന് പറയുന്ന 1% ഓർത്തിരിക്കുക. സോ ക്രോമിയം ഇത്തരത്തിൽ ഈസ് ഓഫ് ഹീറ്റ് ട്രീറ്റിംഗ്, അതുപോലെ തന്നെ വനേഡിയം ഗെയിൻ റിഫൈനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, 1841 എന്ന് പറയുന്ന ഒരു സ്റ്റീൽ തന്നിട്ട് ഇതിനകത്ത് എന്താണ്, എത്ര ശതമാനമാണ് ടങ്സ്റ്റൺ, എത്ര ശതമാനം ക്രോമിയം, എത്ര ശതമാനം വനേഡിയം എന്ന് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ, സ്റ്റീലുമായി ബന്ധപ്പെട്ട്. ഓക്കെ ആണോ? അവിടെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഓർഡർ മാറ്റി തിരിച്ച് നിന്നിട്ട് ഈ പറയുന്ന ഇതുപോലെ തന്നെ ഓർഡർ മാറ്റി തിരിച്ചു തന്നിട്ട് എന്താണ് 18%, എത്രയാണ് 4% ഏതാണ്, 1% ഏതാന്നൊക്കെയുള്ള രീതിയിലാണ് ചോദ്യം വന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? യെസ്. അപ്പോ നമ്മളുടെ സ്റ്റീല് അതുപോലെ തന്നെ കാസ്റ്റ് അയൺ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഏകദേശം ധാരണ അവിടെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ മെറ്റൽസ്, അതുപോലെ തന്നെ അലോയ്സ്, കോമ്പോസിറ്റ്സ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഞാൻ നോൺ ഫെറസ് എടുത്തിട്ടില്ല, അതായത് അലുമിനിയം അല്ലെങ്കിൽ അലുമിനിയം, നിക്കൽ, സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട അലോയ്സ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബേസിക്കലി നമ്മൾ ലൈക്ക് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ടി ഡയഗ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റീലിൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയൺ കാർബൺ ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ലാസ്റ്റിൽ നമുക്ക് ആ ഒരു നോൺ ഫെറസ് കൂടെ നമുക്ക് പറഞ്ഞു പോകാൻ അത് ബുദ്ധിമുട്ടില്ല കേട്ടോ. യെസ്, തൽക്കാലം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അയൺ കാർബൺ ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയലുമായി ബന്ധപ്പെട്ടാണ്. ഫെറസ് അലോയ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടു നിർത്തിയത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് കോമ്പോസിറ്റ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, കോമ്പോസിറ്റ് മെറ്റീരിയൽ. അപ്പൊ എന്താണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് മെറ്റീരിയൽ മെയ്ഡ് ബൈ കമ്പൈനിങ് 2 or more distinct material or phase to obtain properties of superior to those individual constant. അതായത് ഒന്നുമില്ല, കോമ്പോസിറ്റ് നമുക്കറിയാലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും RCC നമ്മളെല്ലാവർക്കും അറിയുന്നതാണല്ലോ, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അല്ലെ. സോ RCC, അപ്പൊ അതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിനകത്തൊരു മെട്രിക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലൊരു ലൈക്ക് ഒരു മെട്രിക്സ് ഉണ്ടാകും, ഒരു റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമെന്റ് കോൺക്രീറ്റിനകത്തേക്ക് നമ്മൾ എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ സ്റ്റീൽ ബാറുകൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ. അത്തരത്തിൽ എന്താണ് കമ്പൈൻ ചെയ്തുകൊണ്ട്, അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എന്താണ് സിവിൽ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് കംപ്രസീവ് ലോഡ് അല്ലെ, കംപ്രസീവ് ലോഡും ടെൻസൈൽ ലോഡും. അപ്പം കോൺക്രീറ്റ് നന്നായിട്ട് കംപ്രസീവ് ലോഡ് എടുക്കുന്നു, അതുപോലെ തന്നെ ആ ഒരു ടെൻസൈൽ ലോഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ ബാർ ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ്, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പറയുന്ന മെട്രിക്സ് ഉണ്ടാകും, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകും. യെസ്, അപ്പൊ കോമ്പോസിറ്റ് മെറ്റീരിയൽ എക്സാമ്പിൾ നമുക്കറിയാം, ഇത്തരത്തിൽ RCC ഉണ്ടെന്നുള്ള അറിയില്ലേ. അതുപോലെ നിരവധി മെറ്റീരിയലുകൾ, ഫോർ എക്സാമ്പിൾ ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് അല്ലെ, ഫൈബർ റീഇൻഫോഴ്സ്ഡ് FRP, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്, ദെൻ ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള പോളിമേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നിരവധി മെറ്റീരിയൽസ് നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആർ മെറ്റീരിയൽസ് മെയ്ഡ് ബൈ കമ്പൈനിങ് 2 or more അല്ലെ, 2 അതിൽ കൂടുതലോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ. അതിന്റെ ഫേസസ് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ഫേസസ് ഉള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് നമ്മൾ അച്ചീവ് ചെയ്യും. സോ അതാണ് ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. പ്രധാനമായിട്ടും നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് മെട്രിക്സ്, ഒരു മെട്രിക്സ് അത് കണ്ടിന്യൂസ് ഫേസിലുള്ള ഒരു മെട്രിക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടുന്ന അനുസരിച്ച് ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലോ അല്ലെ, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫേസ് ആയിട്ടോ അല്ലെ. മറ്റേത് കണ്ടിന്യൂസ് ഫേസ് ആണ്, മെട്രിക്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണപ്പെടാം. ഓക്കെ, അപ്പൊ അങ്ങനെ അത്തരത്തിലാണ്, അങ്ങനെ രണ്ടിനെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബേസിക്കലി കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ്സ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ലൈക്ക് എന്താണ് ഈ പറഞ്ഞ മെട്രിക്സിന്റെ ഫംഗ്ഷൻ എന്താണ്, റീഇൻഫോഴ്സിന്റെ ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഈ മെട്രിക്സ്, എന്താണ് റീഇൻഫോഴ്സ്മെന്റ്? അപ്പൊ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കൂ,
that is hold the reinforcement together, transfer load and protect it. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫർ ലോഡ് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് അല്ലെ. അതായത് മെട്രിക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ വരുന്ന ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക അല്ലെ. നമ്മളുടെ കൂടെ വരുന്ന ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക, ഈ പറഞ്ഞ ലോഡ് കൃത്യമായിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. സോ അതാണ് മെട്രിക്സ് ചെയ്യുന്ന ജോലി. ഓക്കെ ആണ്. ഇനി ആ റീഇൻഫോഴ്സ്മെന്റ് കൂടെ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടല്ലോ, ആ റീഇൻഫോഴ്സ്മെന്റ് എന്താ ചെയ്യുക? സോ പ്രൊവൈഡ്സ് ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, ഹാർഡ്നെസ്, വെയർ റെസിസ്റ്റൻസ് എക്സെട്ര. നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് കിട്ടും. ഓക്കെ, തരും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്താണ്? സോ നമുക്ക് എൻറ്റയർ നമുക്ക് വേണ്ടുന്ന നല്ല പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി ആ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ബേസിക്കലി മെട്രിക്സ് ഉണ്ടാകും, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അതൊരു കണ്ടിന്യൂസ് ഫേസിൽ കാണപ്പെടുന്ന ഒരു ഫേസ് ആണ്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇത്തരത്തിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫേസോട് കൂടി നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഈ റീഇൻഫോഴ്സ്മെന്റിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിലേക്ക് ലോഡിനെ കൊടുക്കാനും അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ മെട്രിക്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മറ്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, ഹാർഡ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാനാണ് നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. സോ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫേസ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ ഹോൾഡ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ പൊസിഷൻ, കൃത്യമായിട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ട്രാൻസ്ഫർ ലോഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫർ ലോഡ് ടു ദ റീഇൻഫോഴ്സ്മെന്റ്, പ്രൊട്ടക്ട് റീഇൻഫോഴ്സ്മെന്റ് എൻവയോൺമെന്റൽ ഡാമേജ്, ഗീവ് കോമ്പോസിറ്റ് ഇറ്റ്സ് ഷേപ്പ് അല്ലെ, അതിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് കൊടുക്കുക. എൻവയോൺമെന്റൽ ഡാമേജിൽ നിന്നും റീഇൻഫോഴ്സ്മെന്റിനെ തടയാം. ഓക്കെ, എൻവയോൺമെന്റൽ ഡാമേജിൽ നിന്നും റീഇൻഫോഴ്സ്മെന്റിനെ തടയാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ലോഡ് റീഇൻഫോഴ്സ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ദെൻ കൃത്യമായിട്ട് പൊസിഷൻ ആർക്ക് കൊടുക്കുക? റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക, ഹോൾഡ് ചെയ്തുകൊണ്ട് അല്ലെ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെട്രിക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മെട്രിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇനി കൂടെ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ജനറലി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ്ങും സ്റ്റിഫും ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ബേസിക്കലി. അത് കണ്ടിന്യൂസ് ഫേസ് ആവണമെന്നില്ല. സോ അത്തരത്തിലൊരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ക്യാരി ലോഡ്, ഇംപ്രൂവ് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ് എക്സെട്ര അല്ലെ. ലോഡ് ക്യാരി ചെയ്യുന്നത് നേരത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഈ പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റിലേക്കായിരിക്കും മെട്രിക്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആരാണ് ലോഡ് എടുക്കേണ്ടത്? സോ എടുക്കേണ്ടത് റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്. സോ ബേസിക്കലി അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ കാർബൺ ഫൈബറുകൾ ഉണ്ടാകും, ദെൻ അരാമിഡ് ഫൈബേഴ്സ്, സിലിക്കൺ കാർബൈഡ് പാർട്ടിക്കിൾസ്, Al2O3 അല്ലെ, അലൂമിന പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്തരത്തിൽ റീഇൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ മെട്രിക്സും ചേരുന്നതാണ് എന്ത്? നമ്മുടെ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോമ്പോസിറ്റ്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ബേസ്ഡ് ഓൺ ദ മെട്രിക്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കൂ. മെറ്റൽ മെട്രിക് MMC എന്ന് പറയാറുണ്ട്. മെറ്റൽ മെട്രിക്സ് MMC. ഈ കോമ്പോസിറ്റ് C ആണ്, MM മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദാറ്റ് ഈസ് മെറ്റൽ മെട്രിക്സ് ആണ് MMC എന്ന് പറയുന്നത്. ദെൻ പോളിമർ മെട്രിക്സ് ആണ്. അപ്പൊ മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് മെറ്റൽ ആയിരിക്കും? പോളിമർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മെട്രിക്സ് എന്ന് പറയുന്നത് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ MMC, മെട്രിക്സ് എന്ന് പറയുന്നത് പോളിമർ ആണ് എന്നുണ്ടെങ്കിൽ അതിന് PMC എന്ന് പറയും, പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. ഇനി അതല്ല, മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സെറാമിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? CMC എന്ന് വിളിക്കുന്നു അല്ലെ, സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്. സെറാമിക്. അപ്പൊ 3 തരത്തിലാണ് ബേസ്ഡ് ഓൺ ദ മെട്രിക്സ്. മെറ്റൽ മെട്രിക്സ് ഉണ്ട്, പോളിമർ മെട്രിക്സ് ഉണ്ട്, സെറാമിക് മെട്രിക്സ് ഉണ്ട്. അപ്പൊ എന്താണ് മെട്രിക്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. ആ മെട്രിക്സ് എന്ന് പറയുന്നത് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ അതിന് MMC എന്ന് പറയുന്നു. ആ മെട്രിക്സ് എന്ന് പറയുന്നത് പോളിമർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ PMC എന്ന് പറയുന്നു. ആ മെട്രിക്സ് എന്ന് പറയുന്നത് സെറാമിക് മെറ്റീരിയൽ ആണ് വരുന്നതെങ്കിൽ നമ്മളെ CMC എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ മെറ്റൽ മെട്രിക്സിന്റെ പ്രത്യേകത നോക്കാം. എന്താണ് ഈ MMC, മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്? സോ ഇത്തരത്തിൽ മെറ്റൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് മെറ്റൽ ആണെന്ന് അറിയാം അല്ലെ. സോ മെട്രിക്സ് ഈസ് എ മെറ്റൽ അല്ലെ. അപ്പൊ എന്താ? എ സെക്കൻഡ് മെറ്റീരിയൽ, യൂഷ്വലി സെറാമിക് പാർട്ടിക്കിൾ ഓർ ഫൈബർ ആക്ട് ആസ് എ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. ഇത്തരത്തിൽ അവിടെ ബാക്കി വരുന്ന, ഇപ്പൊ മെറ്റൽ ആണ് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇത്തരത്തിൽ സെറാമിക് പാർട്ടിക്കിൾ ആവാം, ഫൈബർ ആവാം അല്ലെ. അത്തരത്തിലുള്ളതാണ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ആഡഡ് ടു ഇംപ്രൂവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റൽ മെട്രിക്സ് ലൈക്ക് അലൂമിനിയം പ്ലസ് സിലിക്കൺ കാർബൈഡ്, അല്ലെങ്കിൽ അലൂമിനിയം പ്ലസ് Al2O3, മഗ്നീഷ്യം പ്ലസ് സിലിക്കൺ കാർബൈഡ്, ടൈറ്റാനിയം പ്ലസ് സിലിക്കൺ കാർബൈഡ് എന്ന രീതിയിലാണ് അവിടെ റീഇൻഫോഴ്സ്മെന്റുകൾ സാധാരണഗതിയിൽ കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അലൂമിനിയം സിലിക്കൺ കാർബൈഡ് അല്ലെ, അലൂമിനിയം സിലിക്കൺ കാർബൈഡ്, ഓക്കെ, അത് MMC-ലാണ് അല്ലെ. ഇത്തരത്തിൽ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. അലൂമിനിയം സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം Al2O3, അലുമിന അല്ലെ Al2O3. സോ മഗ്നീഷ്യം സിലിക്കൺ കാർബൈഡ്, ടൈറ്റാനിയം സിലിക്കൺ കാർബൈഡ്. അപ്പൊ അതൊക്കെ ബേസിക്കലി എന്താണ്? മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ വരുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോളിമർ ആണ്. പോളിമർ മെട്രിക്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ?
മെറ്റൽ മെട്രിക്സ് വരെ കോമ്പോസിറ്റ്സ് ആണ് നമ്മൾ തുടങ്ങിയത്. കോമ്പോസിറ്റ്സിൽ പ്രധാനമായിട്ടും മെട്രിക്സ് എന്താണ്, റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, അത് രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഓരോന്നിന്റെ പ്രത്യേകത, എന്താണ് മെട്രിക്സിന്റെ ഫംഗ്ഷൻ, എന്താണ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇത്തരത്തിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്, മെട്രിക്സ് ആണ്. ലോഡ് എടുക്കുന്നത് ആരാണ്, നമ്മളുടെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മെട്രിക്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഇത്തരത്തിൽ മെറ്റൽ മെട്രിക്സ് ഉണ്ട്, പോളിമർ ഉണ്ട് അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പോളിമർ നോക്കാൻ എന്നുള്ളത്. അപ്പൊ ഇത് ക്ലിയർ ആണോ, മെറ്റൽ മെട്രിക്സ് വരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് യെസ്, മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രത്യേകിച്ച് കോമ്പോസിറ്റ്സ് എടുത്ത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പോകുന്നത്. നെക്സ്റ്റ് പോളിമർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോളിമർ ആയിരിക്കും. നേരത്തെ മെറ്റൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അവിടെ മെട്രിക്സ് ആരായിരുന്നു, മെറ്റൽ ആയിരുന്നു. ഇവിടെ പോളിമർ ആണ്. അപ്പൊ ബാക്കി റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വരുന്ന ആരൊക്കെയായിരിക്കും, ഫൈബർ വരാം, പാർട്ടിക്കിൾസ് വരാം, അല്ലെങ്കിൽ ഫ്ലേക്സ് വരാം. സോ അത്തരത്തിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് മറ്റ് മെറ്റീരിയൽ നമുക്ക് ഇത്തരത്തിൽ ഫൈബർ ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ഫ്ലേക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ പോളിമർ മെട്രിക്സിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്, സോ GFRP എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ, അല്ലെങ്കിൽ കാർബൺ ഫൈബർ. CF എന്ന് പറഞ്ഞാൽ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. AF എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അരാമിഡ് ഫൈബർ അല്ലെ, അരാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ്. സോ അവിടെ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ പോളിമർ ആണ്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആയിരിക്കും, അരാമിഡ് ഫൈബർ ആയിരിക്കും. അപ്പൊ അത്തരത്തിലാണ് നമുക്കവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ അത്തരത്തിൽ GFRP, CFRP, AFRP ഒക്കെ അത്തരത്തിൽ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ് ആണ്. അപ്പോൾ അവിടെ മെട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, സെറാമിക് മെറ്റീരിയൽ ആയിരിക്കും. ബാക്കി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഇത്തരത്തിൽ ഫൈബേഴ്സ് ആവാം, കാർബൺ ഫൈബേഴ്സ് ആവാം. സോ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് ടു ഓവർകം ദ ബ്രിട്ടിൽനെസ് ഓഫ് കൺവെൻഷണൽ സെറാമിക്സ്. അപ്പം ഈ കൺവെൻഷണൽ ആയിട്ടുള്ള സെറാമിക്സിന്റെ ഒരു ബ്രിട്ടിൽനെസ് പ്രോപ്പർട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാലോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റോൺ വെയർ പൈപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൈപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സെറാമിക് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ അതിന്റെ പ്രത്യേകത വളരെ ബ്രിട്ടിൽ ആണെന്നുള്ളത് നമുക്കറിയാം. സോ അങ്ങനെയുള്ള ബ്രിട്ടിൽനെസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് അത്യാവശ്യം മറ്റ് സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ സെറാമിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സിലിക്കൺ കാർബൈഡ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ സിലിക്കൺ കാർബൈഡ് മെട്രിക്സിനകത്തേക്ക് നമ്മൾ അതിന്റെ ഫൈബർ ഫോം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ സിലിക്കൺ കാർബൈഡിന്റെ ഫൈബർ ഫോം ആഡ് ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് മെട്രിക്സ് ആയിട്ട് സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്തുകൊണ്ട് കാർബൺ ഫൈബേഴ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലാണ് അവിടെ എന്ത് സെറാമിക് മെട്രിക്സ് കോമ്പോസിഷൻ നമുക്ക് CMC കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ലൈക്ക് ഈ പറയുന്ന 3 ടൈപ്പ് കാറ്റഗറി ബേസ്ഡ് ഓൺ ദ മെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. സോ അവിടെ മെറ്റൽ മെട്രിക്സ് ഉണ്ട്, പോളിമർ ഉണ്ട്, അതുപോലെ തന്നെ സെറാമിക് മെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത്രയാണ് ബേസ്ഡ് ഓൺ ദ മെട്രിക്സ്. നെക്സ്റ്റ് കോമ്പോസിറ്റ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ബേസ്ഡ് ഓൺ ദ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ മെട്രിക്സുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് ബേസിക് ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. മെട്രിക്സുമായി ബന്ധപ്പെട്ട് 3 ടൈപ്പ്. അതുപോലെ തന്നെ നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, അവിടെ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഫ്ലേക്സ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഫാബ്രിക് റീഇൻഫോഴ്സ്മെന്റ്. അങ്ങനെ 4 റീഇൻഫോഴ്സ്മെന്റ് ടൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബേസ്ഡ് ഓൺ ദ റീഇൻഫോഴ്സ്മെന്റ് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ദെൻ ഫ്ലേക്സ് ടൈപ്പ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ദെൻ ഫാബ്രിക് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സോ ഇവിടെ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് മൊത്തത്തിൽ കാണുന്നുണ്ട് അല്ലെ. നോക്കൂ, ഇപ്പൊ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ റീഇൻഫോഴ്സ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ആയിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. ഇത് മനസ്സിലാക്കിയാൽ മതി, പാർട്ടിക്കിൾ ആയിട്ടായിരിക്കും. അവിടെ ഇത്തരത്തിൽ ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ കോൺക്രീറ്റ് അല്ലെ, ആ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ അലൂമിനിയം സിലിക്കൺ കാർബൈഡ്. അപ്പൊ അതൊക്കെ ഇത്തരത്തിൽ പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ നടക്കുന്നുണ്ടാവുക. ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ റീഇൻഫോഴ്സ് ഫോം എന്ന് പറഞ്ഞാൽ ഫൈബർ ആയിരിക്കും. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഒക്കെ ആയിരിക്കും അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഫ്ലേക്ക് റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ തിൻ ഫ്ലേക്സ് അല്ലെങ്കിൽ എന്താണ് പെറ്റൽസ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. യെസ്, അപ്പൊ അത് പ്രധാനമായിട്ടും ഫ്ലേക്ക് ഗ്രാഫൈറ്റ് കോമ്പോസിറ്റ്സ് ഒക്കെ നമുക്ക് അതിൽ എക്സാമ്പിൾ ആയിട്ട് കാണപ്പെടുന്നു. ദെൻ ഫാബ്രിക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വോവൻ ഫാബ്രിക് ആണ്. അതായത് ഈ പറഞ്ഞ രീതിയിൽ 2 ഡയറക്ഷനിലേക്കും വീവ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വോവൻ ഫാബ്രിക്സുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫാബ്രിക്സ് നമ്മൾ അത് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് ദാറ്റ് ഈസ് കാർബൺ ഫാബ്രിക് എപ്പോക്സി ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ ആ ബേസ്ഡ് ഓൺ ദ റീഇൻഫോഴ്സ്മെന്റ്. ഇപ്പം പാർട്ടിക്കിൾ ഉണ്ട്, ഫൈബർ ഉണ്ട്, ഫ്ലേക്സ് ഉണ്ട്, ഫാബ്രിക് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ദാറ്റ് ഈസ് അനിസോട്രോപ്പി. സോ അനൈസോട്രോപ്പി എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ
ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് വിത്ത് അലൈൻഡ് ഫൈബേഴ്സ് ആർ ജനറലി അനൈസോട്രോപിക്. അപ്പം ഇത്തരത്തിൽ അനൈസോട്രോപിക് പ്രോപ്പർട്ടി അല്ലെ, ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കും അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടാവുക. സോ അതാണ് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. സോ അതായത് ഈ പറഞ്ഞ സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ആർ ഹൈയസ്റ്റ് ഇൻ എ ഫൈബർ ഡയറക്ഷൻ. ഫൈബറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ, ഫൈബറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും കൂടുതലും സ്ട്രെങ്തും സ്റ്റിഫ്നെസ്സും നൽകുന്നുണ്ടാവുക. ഓക്കെ, ഈ പറഞ്ഞ ഫൈബറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മളുടെ കോമ്പോസിറ്റ് മെറ്റീരിയലിനകത്ത്, ദാറ്റ് ഈസ് അതുകൊണ്ടാണ് അനൈസോട്രോപി പ്രോപ്പർട്ടി അവിടെ വരുന്നത്. ഫൈബറിന്റെ ഡയറക്ഷൻ എലോങ് ദ ഫൈബർ ഡയറക്ഷൻ ആയിരിക്കും ഇത്തരത്തിൽ സ്ട്രെങ്തും സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക. നമ്മൾ ഈ ഫൈബർ പിന്നെ ഏത് രീതിയിൽ അലൈൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ റാൻഡംലി ഓറിയന്റഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മോർ യൂണിഫോം പ്രോപ്പർട്ടി ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ഫൈബർ നമ്മൾ കൃത്യമായിട്ട് അലൈൻ ചെയ്താണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി അതല്ല, നമ്മൾ റാൻഡം ആയിട്ടാണ് അവിടെ ഓറിയന്റേഷൻ നമ്മൾ ആ ഒരു ഫൈബർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം യൂണിഫോം ആയിട്ടുള്ള പ്രോപ്പർട്ടി എല്ലാ ഡയറക്ഷനിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടി അനൈസോട്രോപ്പി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ് ഫൈബർ മെട്രിക് ഇന്റർഫേസ്. അപ്പൊ ഇവിടെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുന്ന ടേമുകളാണ് അല്ലെ, ഇത്ര ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകേണ്ടതായിട്ടില്ല. പക്ഷെ എന്താ അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത, അനൈസോട്രോപ്പി അവിടെ ഉണ്ടെന്നും. ഇനി നെക്സ്റ്റ് എന്താണ് ഈ ഫൈബർ മെട്രിക് ഇന്റർഫേസ്, എന്താണ് ഈ നമ്മൾ കോമ്പോസിറ്റുമായി ബന്ധപ്പെട്ട് ഫൈബർ മെട്രിക്സ് ഇന്റർഫേസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും, മെട്രിക്സ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കൂ, അവിടെ അതിനിടയിലുള്ള ഇന്റർഫേസ് അല്ലെ. അപ്പൊ എന്താ ഫൈബർ മെട്രിക്സ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബൗണ്ടറിയാണ്, ബൗണ്ടറി ബിറ്റ്വീൻ ദ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ദ മെട്രിക്സ്. അതായത് നമ്മുടെ ഫൈബർ, അതായത് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, ഫൈബർ എങ്കിൽ ഫൈബർ, അപ്പൊ ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ആ ഫൈബറും നമ്മളുടെ മെട്രിക്സിനും ഇടയിലുള്ള ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫൈബർ മെട്രിക്സ് ഇന്റർഫേസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഫൈബർ മെട്രിക്സ് ഇന്റർഫേസ് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മെട്രിക്സിൽ വരുന്ന ലോഡ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ഈ പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ട്രാൻസ്ഫറിംഗ് ലോഡ് ഫ്രം മെട്രിക്സ് ടു ഫൈബർ. എ സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് ഇന്റർഫേസ് ഇസ് എസെൻഷ്യൽ ഫോർ ഗുഡ് കോമ്പോസിറ്റ് പെർഫോമൻസ്. കൃത്യമായിട്ടുള്ള ഒരു നല്ല കോമ്പോസിറ്റ് പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഫൈബർ മെട്രിക് ഇന്റർഫേസ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഗുഡ് ബോണ്ടിങ് ബിറ്റ്വീൻ ഫൈബർ ആൻഡ് മെട്രിക്സ്. അത് അപ്പൊ നമുക്ക് എന്താ നല്ലൊരു ബോണ്ടിങ്, ഇപ്പൊ ഫൈബറും മെട്രിക്സ് നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ സോ വി ക്യാൻ ഇംപ്രൂവ് ദ ലോഡ് ട്രാൻസ്ഫർ, increase the composite strength, improves overall performance. സംശയമൊന്നുമില്ലല്ലോ. ഇനി പുവർ ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോഡ് ട്രാൻസ്ഫർ വളരെ മോശമായിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഫൈബർ ഒക്കെ ഉണ്ടല്ലോ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ മെട്രിക്സിനുള്ളിൽ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ മെട്രിക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ, ഫൈബർ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിലേക്ക് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റിലേക്ക് കൃത്യമായിട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ് ഒരു മെട്രിക്സ് പൂർണ്ണമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ അവിടെ ഈ മെട്രിക്സും നമ്മളുടെ റീഇൻഫോഴ്സും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി മോശമാണ് എന്നിരിക്കട്ടെ, സോ ആ ഇന്റർഫേസ് മോശമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലോഡ് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മളുടെ ഫൈബറിനെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യുന്നുണ്ടാവില്ല, കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ ആ ഫൈബർ ഒക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. സോ അത്തരത്തിൽ ആ ഒരു സ്ട്രെങ്ത് പൂർണ്ണമായിട്ടും നാശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാം. സോ ഇന്റർഫേസ് പ്രോപ്പർട്ടി അഫക്ട് ദ സ്ട്രെങ്ത്, ടഫ്നെസ്, ഫെയിലിയർ ബിഹേവിയർ, ഫറ്റീഗ്, പെർഫോമൻസ് എക്സെട്ര. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇത്തരത്തിൽ ഇന്റർഫേസിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് അവിടെ ഫൈബർ മെട്രിക്സ് ഇന്റർഫേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ഫൈബറിന്റെ ഓറിയന്റേഷൻ ആണ്. ഈ ഫൈബർ എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓറിയന്റേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക. സോ ഫൈബർ ഓറിയന്റേഷൻ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ടുള്ള അലൈൻഡ് ഫൈബേഴ്സ് ഉണ്ട് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള അലൈൻഡ് ഫൈബേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫൈബർ തന്നെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് പാരലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം മാക്സിമം ലോഡ് ക്യാരിങ് എഫിഷ്യൻസി ഒക്കെ മെയിൻറ്റെയിൻ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള അലൈൻഡ് ഫൈബേഴ്സ് ആണ് ഫൈബറിന്റെ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ഹയസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ഒക്കേഴ്സ് എലോങ് ദ ഫൈബർ ഡയറക്ഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഹയസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ഒക്കേഴ്സ് എലോങ് ദ ഫൈബർ ഡയറക്ഷൻ, എലോങ് ദ ഫൈബർ ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഇത്തരത്തിൽ മാക്സിമം സ്ട്രെങ്തും സ്റ്റിഫ്നെസ്സും ഒക്കെ കിട്ടുന്നുണ്ടാവുക.
So the properties are strongly direction depend on the anisotropy. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനൈസോട്രോപ്പി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് റാൻഡംലി ഓർഡേഡ് ആണ് അല്ലെ, ഇത്തരത്തിൽ റാൻഡം ആയിട്ടാണ് അവിടെ ഓറിയന്റേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള രീതിയിൽ കണ്ടത്. ഈ റാൻഡം ആയിട്ടാണ് ഫൈബറുകൾ ഓറിയന്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് ഒരു യൂണിഫോം, ഏകദേശം ഒരു എല്ലാ ഡയറക്ഷനിലും ഒരു യൂണിഫോം ആയിട്ട് ഏകദേശം ഒരു നിയർലി ഐസോട്രോപ്പിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ലോഡ് എടുക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് മാറുന്നുണ്ടാകും. ഓക്കെ, അതൊരു നിയർലി എന്ന് മാത്രമേ പറയാൻ കഴിയൂ, കാര്യം അത് റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏകദേശം നിയർലി ഐസോട്രോപ്പിക് എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. Directional strength is generally lower than that of aligned fibers in fiber direction. ഫൈബർ ഡയറക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഡയറക്ഷണൽ സ്ട്രെങ്ത് ഒക്കെ കമ്പയർ ടു എന്താണ് ലൈക്ക് അലൈൻഡ് ടൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. സോ പ്രോപ്പർട്ടീസ് ആർ മോർ നിയർലി യൂണിഫോം ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. അപ്പോൾ ഡിഫറെന്റ് ഡയറക്ഷനിലും ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നിയർലി യൂണിഫോം ആണെന്നും മോർ നിയർലി ഐസോട്രോപ്പിക് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഏതാണ്? റാൻഡംലി ഓറിയന്റഡ് ആയിട്ടുള്ളത്. പിന്നീടുള്ളത് ഷോർട്ട് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഷോർട്ട് ആൻഡ് വളരെ ചെറുതും ഡിസ്കണ്ടിന്യൂസും ആയിട്ടുള്ള ഫൈബറുകൾ അല്ലെ. നേരത്തെ വളരെ ലോങ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഫൈബറുകൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് ഡിസ്ഓർഡേഡ് ആയിട്ടുള്ള രീതിയിലുള്ള റാൻഡംലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഫൈബറുകൾ നമ്മൾ കണ്ടു. പിന്നീടുള്ളത് എന്താണ് ഷോർട്ടും ഡിസ്കണ്ടിന്യൂസും ആയിട്ടുള്ള അല്ലെ ഫൈബേഴ്സ് ഹാവ് എ ലിമിറ്റഡ് സ്ട്രെങ്ത്, അതുകൊണ്ട് ലിമിറ്റഡ് ലെങ്ത് വളരെ കുറവായിരിക്കും, വളരെ ഷോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ലോഡ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ്സ് സ്ട്രോങ്ലി ഓൺ ദ ഫൈബർ ലെങ്ത്, ഫൈബർ മെട്രിക്സ് ഇന്റർഫേസ്, ഫൈബർ ഓറിയന്റേഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ മുമ്പേ കണ്ട ലോഡ് ട്രാൻസ്ഫർ കൃത്യമായിട്ട് നമ്മളുടെ റീഇൻഫോഴ്സ്മെന്റിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റീഇൻഫോഴ്സ്മെന്റ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബർ ലെങ്ത് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഫൈബർ മെട്രിക്സ് ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ബോണ്ടിങ് വളരെ നല്ല രീതിയിൽ ഉണ്ടാവണം, സ്ട്രോങ് ആയിരിക്കണം. ദെൻ ഫൈബറിന്റെ ഓറിയന്റേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതൊക്കെ ആരെ അഫക്ട് ചെയ്യും? ആ ലോഡ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അഫക്ട് ചെയ്യും. സോ ലോങ്ങർ ഫൈബേഴ്സ് ജനറലി പ്രൊവൈഡ് മോർ എഫക്റ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. അത്തരത്തിൽ നീളത്തിലുള്ള വളരെ ലോങ് ആയിട്ടുള്ള ഫൈബേഴ്സ് പൊതുവെ വളരെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് തരുന്നുണ്ടാവും കമ്പയർഡ് ടു വെരി ഷോർട്ട് ഫൈബർ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക ഇത്തരത്തിൽ ലോങ് ആയിട്ടുള്ള ഫൈബറുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു പോയിന്റ് ആണ് ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത്. എന്താണ് ഈ ക്രിട്ടിക്കൽ കോമ്പോസിറ്റ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് എന്ന് പറയുന്നത്? നോക്കൂ, എന്താണ് ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത്? ദാറ്റ് ഈസ് LC വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ക്രിട്ടിക്കൽ ലെങ്ത് ആണ് ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത്. ദിസ് എ മിനിമം ഫൈബർ ലെങ്ത് റിക്വയർഡ് ഫോർ എ ഫൈബർ ടു ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ ഇഫക്റ്റീവ് ടെൻസൈൽ സ്ട്രെങ്ത് ത്രൂ ഷിയർ സ്ട്രെസ് ട്രാൻസ്ഫർ ഫ്രം ദ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ബേസിക്കലി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മിനിമം ലെങ്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കൃത്യമായിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ലോഡ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ലോഡാ? എഫക്റ്റീവ് ആയിട്ടുള്ള ടെൻസൈൽ ലോഡ് ത്രൂ ഷിയർ സ്ട്രെസ് ട്രാൻസ്ഫർ ഫ്രം ദ മെട്രിക്സിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന തരത്തിൽ എന്താണ് ഷിയർ സ്ട്രെസ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടെൻസൈൽ ലോഡ് ഉണ്ടല്ലോ, ഈ ഫുൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെങ്ത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിമം ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത്. അപ്പൊ ഇത്തരത്തിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മെട്രിക്സിൽ നിന്നും അത് ഇന്റർഫേസ് വഴി ഫൈബറിലേക്കാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ ലോഡ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ദ മെട്രിക്സ് ടു ഫൈബർ ത്രൂ ഇന്റർഫേഷ്യൽ ഷിയർ സ്ട്രെസ്. ഇത്തരത്തിൽ ഇന്റർഫേഷ്യൽ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് രൂപത്തിലാണ് ആ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്. സോ ദ മിനിമം ഫൈബർ ലെങ്ത് റിക്വയർഡ് ഫോർ എ ഫൈബർ എന്തിനു വേണ്ടിയിട്ടാ? ടു ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ എഫക്റ്റീവ് ടെൻസൈൽ സ്ട്രെങ്ത് ത്രൂ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലോഡ് ഏത് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ത്രൂ ഷിയർ സ്ട്രെസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ മെട്രിക്സ് നിന്നും ഇത്തരത്തിൽ ഇന്റർഫേഷ്യൽ ഷിയർ സ്ട്രെസ് ആയിട്ടായിരിക്കും അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. എങ്ങോട്ട്? നമ്മളുടെ ആ ഒരു ഫൈബറിലേക്ക് അല്ലെ. സോ ആ ഫൈബർ അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് കൃത്യമായിട്ടുള്ള ലെങ്ത് വേണം. ആ ലെങ്ത് ആണ് എന്ത്? ആ ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിട്ടിക്കൽ ഫൈബർ ലെങ്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈബർ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ, ഫൈബർ എന്ന് പറയുന്നത് ഷോർട്ട് അതായത് ക്രിട്ടിക്കൽ ലെങ്തിനെക്കാട്ടിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ സോ ദ ഫൈബർ കനോട്ട് ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ സ്ട്രെങ്ത്. ആ ഒരു ഫുൾ സ്ട്രെങ്ത് കിട്ടാൻ വഴിയില്ല അല്ലെ. സോ അതേപോലെ തന്നെ ഫൈബർ ഗ്രേറ്റർ ഫൈബറിന്റെ ലെങ്ത് നമ്മളുടെ ക്രിട്ടിക്കൽ ലെങ്തിനെക്കാട്ടിൽ കൂടുതലാണെങ്കിലോ
അവിടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ലോഡ് ക്യാരിങ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ വളരെ എഫക്റ്റീവ് ആയിട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ എല്ലായ്പ്പോഴും നമ്മൾ ആ ഒരു ലെങ്തിന് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, ലെങ്തിന് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ക്രിട്ടിക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ടി ഡിവൈഡ് ബൈ 2 tau i ആണ് അല്ലെ. സോ ഇവിടെ എന്താണ്, ഇവിടെ എൽ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ലെങ്ത് ഓഫ് ദ ഫൈബർ ആണ്, ഫൈബറിന്റെ ക്രിട്ടിക്കൽ ലെങ്ത് ആണ്. സിഗ്മ എഫ് എന്ന് പറയുന്നത് സിഗ്മ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ഫൈബർ ആണ്, ഇൻറ്റു ഫൈബർ ഡയമീറ്റർ ഡി ഡിവൈഡഡ് ബൈ 2 times tau i ആണ് അല്ലെ. സോ ഫൈബർ മെട്രിക് ഇന്റർഫേഷ്യൽ ഷിയർ സ്ട്രെങ്ത് ആണ് tau i എന്ന് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ ആൻഡ് ഡി ആൻഡ് ഡിവൈഡഡ് ബൈ ടൗ ആണ് അല്ലെ. സോ ടൗ എന്ന് പറയുന്നത് താഴെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. കാര്യം അത് എന്താണ്, ലെങ്ത് കൂടുന്നതനുസരിച്ച് അവിടെ വ്യത്യാസം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ഫൈൻ. അപ്പൊ അതാണ് നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു മെറ്റൽസ് അതുപോലെ തന്നെ അലോയ്സ് കോമ്പോസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആണ് പ്രധാനമായിട്ട് എടുത്തത്. നോൺ ഫെറസിൽ നമ്മൾ എടുത്തിട്ടില്ല, നോൺ ഫെറസ് നമ്മൾ നോക്കിയിട്ടില്ല. കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ആവശ്യമുള്ളത് ഫെറസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് അത് എടുത്തത്. ഓക്കെ, പിന്നീട് നമുക്ക് അവസാനമായിട്ട് നമുക്ക് ലാസ്റ്റ് സെഷനിൽ നമുക്ക് നോൺ ഫെറസ് കൂടെ പറഞ്ഞ് നിർത്താം. ഓക്കെ, ക്ലിയർ ആണോ? TTT ഒക്കെ പഠിച്ചിട്ട് നോൺ ഫെറസ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ആ കൂടി കുറച്ച് കാര്യങ്ങൾ നോക്കിയുള്ളൂ. അതായത് എന്താണ് മെറ്റൽസ്, അതുപോലെ തന്നെ അലോയ്സ് ലൈക്ക് ഫെറസ് മെറ്റൽസ്, ഫെറസ് അലോയ്സ്, ദെൻ അതുപോലെ തന്നെ കോമ്പോസിറ്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് നോക്കൂ, ഒരു ചോദ്യത്തിലേക്ക് വരാം. ഒരു ചോദ്യം നോക്കൂ, ഇത് 2017 അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരവ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ അഡീഷൻ. നമ്മൾ സ്റ്റീലിന്റെ റിലേഷൻ പറഞ്ഞിട്ടില്ല. സ്റ്റീലിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റീൽ എടുത്ത് പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അതിനകത്ത് യൂസ് ചെയ്യുന്ന മൈക്രോ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്യുന്ന എലമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റീൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഞാനൊരു ക്വസ്റ്റൻ ആഡ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. സോ ഡെപ്ത് ഓഫ് ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് ഓപ്ഷൻ എ നിക്കൽ, ഓപ്ഷൻ ബി ക്രോമിയം, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി വനേഡിയം. ഏതായിരിക്കും? മനസ്സിൽ വരുന്ന ഉത്തരം പറഞ്ഞോളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ ഡി വനേഡിയം പറഞ്ഞിട്ടുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഫൈനൽ ആൻസർ കീ ഉൾപ്പെടെ വന്നിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ബി ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും ഇത്തരത്തിൽ. എന്താണ് ഇത്തരത്തിൽ ഡെപ്ത് ഓഫ് ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ ഇസ് ഇൻക്രീസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് ക്രോമിയം എന്നാണ് ഉത്തരം വന്നിട്ടുള്ളത്. ഫൈനൽ ആൻസർ കീ ഉൾപ്പെടെ വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. സ്റ്റീൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു ചോദ്യം നോക്കൂ, അതേ ക്വസ്റ്റ്യൻ അതേ എക്സാമിന് വന്നൊരു ചോദ്യമാണ്. പ്രീഹീറ്റിംഗ് is essential in building of dash. High speed steel, stainless steel, cast iron, German silver. മെക്കാനിക്കൽ ഇറിഗേഷനിൽ ചോദിച്ച ചോദ്യമാണ്. യെസ്, യദു കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാസ്റ്റ് അയൺ പഠിച്ച സമയത്ത് പറഞ്ഞത് അല്ലെ, കാസ്റ്റ് അയൺ, ഗ്രേ കാസ്റ്റ് അയൺ. ഇപ്പം വെറുതെ കാസ്റ്റ് അയൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം വൈറ്റ് കാസ്റ്റ് അയൺ നമുക്ക് വെൽഡബിൾ അല്ല എന്നുള്ളത് നമുക്കറിയാം. സോ ഇത്തരത്തിൽ കാസ്റ്റ് അയൺ അല്ലെ, ഗ്രേ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആയിക്കോട്ടെ. കാസ്റ്റ് അയൺ നമ്മൾ പൊതുവെ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? പ്രീഹീറ്റ് ചെയ്യണം എന്നുള്ള പറഞ്ഞത്. സോ ആ ഒരു പോയിന്റിൽ നിന്നുമാണ് ഇവിടെ ഒരു ചോദ്യം വന്നത്. സോ എ ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ദാറ്റ് ഈസ് പ്രീഹീറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഇൻ വെൽഡിംഗ് ഓഫ്. വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീഹീറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഏത് മെറ്റീരിയൽ ആണ്? സോ ഹൈ സ്പീഡ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, കാസ്റ്റ് അയൺ, ജർമ്മൻ സിൽവർ. യെസ്, അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് അയൺ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. കാസ്റ്റ് അയൺ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, ദ കണ്ടിന്യൂസ് ഫേസ് ഇൻ എ കോമ്പോസിറ്റ് ഈസ് കോൾഡ്. റീഇൻഫോഴ്സ്മെന്റ്, ഫില്ലർ, മെട്രിക്സ്, ഫൈബർ. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് മെട്രിക്സ് ആണ് നമ്മുടെ കണ്ടിന്യൂസ് ഫേസ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. യെസ്, ഇതിനെ കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. ഇത്തരത്തിൽ കണ്ടിന്യൂസ് ഫേസ് എന്നറിയപ്പെടുന്നത് മെട്രിക്സ് ആണ്. യെസ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. GFRP ബിലോങ്സ് ടു. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ബിലോങ്സ് ടു MMC, CMC, PMC,
സെറാമിക് കോമ്പോസിറ്റ്സ് ഏതായിരുന്നു? യെസ് PMC ആയിരുന്നു അല്ലെ? PMC കറക്റ്റ് ആണ്. PMCയിലാണ് വരുന്നത്. അപ്പൊ PMC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോളിമർ ആണ് അല്ലെ? യെസ് കറക്റ്റ് ആണ്. യെസ് കറക്റ്റ് ആണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് ഈസ് ഡാഷ്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ കോമ്പോസിറ്റ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് ഈസ് ഡാഷ് എന്തായിരുന്നു ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്? ഒന്ന് പറയുന്നത് ഫൈബർ ലെങ്ത് റിക്വയർഡ് ഫോർ യെസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മിനിമം ഫൈബർ ലെങ്ത് അല്ലെ? മിനിമം ഫൈബർ ലെങ്ത് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ഫൈബർ സ്ട്രെങ്ത് ത്രൂ ഇന്റർഫേഷ്യൽ ഷിയർ സ്ട്രെസ്. ഓക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മറ്റു ചോദ്യം നോക്കൂ. ദ ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് ഈസ് if the interfacial shear strength is doubled, keeping other parameters constant, critical fiber length becomes yes correct ആണ്. അത് ഹാഫ് ആയിരിക്കും അല്ലെ? 1/2 അല്ലെ? 1/2 ആണ് വരുന്നുണ്ടാവുക. യെസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത്തരത്തിൽ നോക്കൂ. അവിടെ ഈ പറഞ്ഞ നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ് നമ്മൾ ഷിയർ സ്ട്രെങ്തുമായി ബന്ധപ്പെട്ട് വരിക. LC = സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ 2 ടോയ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇന്റർഫേഷ്യൽ ഷിയർ സ്ട്രെങ്ത് ഡബിൾ ചെയ്തു. ഇത്തരത്തിൽ ടി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 1/2 ടൈംസ് ആണ് വരുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ L/2 ദാറ്റ് ഈസ് ഹാഫ് ഓഫ് LC ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ഇത്തരത്തിൽ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, സോ ദ ക്രിട്ടിക്കൽ ഫൈബർ ലെങ്ത് എന്ന് പറയുന്നത് പകുതിയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? സംശയമില്ലല്ലോ? യെസ് ഓക്കെ. അപ്പോ മറ്റു ചോദ്യത്തിലേക്ക് വരാം. In a unidirectional fiber composite, the highest tensile strength is generally obtained. In a unidirectional fiber composite, the highest tensile strength is generally obtained. Yes, right answer ആണ് parallel. Yes, parallel to the fiber. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? Parallel to the fiber ലായിരിക്കും maximum strength അല്ലെ? maximum tensile strength മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ക്ലിയർ ആകുക. ഓപ്ഷൻ സി is the right answer. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. കേൾക്കാം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കൂ. സ്റ്റീൽ ആണ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫോളോയിങ് അലോയിങ് എലമെന്റ് വിൽ ഇൻക്രീസ് ദ കൊറോഷൻ റെസിസ്റ്റൻസ്. ഏതായിരിക്കും? സംശയമൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റീലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ക്രോമിയം അല്ലെ? ക്രോമിയം സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ക്രോമിയം പറഞ്ഞു 12 മുതൽ 14% പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിൽ ലൈക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് നമ്മൾ സാധാരണ കാണാറില്ലേ? യെസ്. അപ്പോൾ കൊറോഷൻ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രോമിയം സ്റ്റീലിൽ നമുക്ക് ക്രോമിയം കൊടുക്കാം. നേരത്തെ ഹാർഡ്നെസ് നമ്മൾ കണ്ടിരുന്നു അല്ലെ? യെസ് ഓഫ് കോഴ്സ് അവിടെ ഹാർഡ്നെസ്സും വരുന്നുണ്ട്, അതുപോലെ കൊറോഷനും വരുന്നുണ്ട്. അപ്പോൾ ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യം അതേ എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. നോക്കൂ. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് ഷോക്ക് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താ വിളിക്കുക നമ്മള്? യെസ് ഓപ്ഷൻ ബി ടഫ്നെസ്. സംശയമൊന്നുമില്ലല്ലോ. ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ടഫ്നെസ് ആണ് ചോദ്യമായിട്ട് ഉത്തരം വരിക. ടഫ്നെസ് ആണ്. സോ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് ഷോക്ക്, ഇമ്പാക്ട്, ലോഡ്, ടഫ്നെസ് അല്ലെ? അപ്പം ബിഫോർ ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ ഇറ്റ് ഗോസ് ഫെയിലിയർ അല്ലെ? ഫെയിലിയർ സംഭവിക്കുന്ന മുന്നേ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യാൻ കഴിയുന്നുള്ള പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് വിളിക്കുക? ടഫ്നെസ് എന്നാ വിളിക്കുക അല്ലെ? ടഫ്നെസ്. നമ്മൾ സാധാരണ ചാർപ്പി, ഐസോഡ് അങ്ങനെയുള്ള ഇമ്പാക്ട് ടെസ്റ്റുകളൊക്കെ എല്ലാം തന്നെ ഇത്തരത്തിൽ ടഫ്നെസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ലാബുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലെ? ഓഫ് കോഴ്സ് ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ മെറ്റൽസ്, അലോയ്സ്, അതുപോലെ തന്നെ കോമ്പോസിറ്റ്സ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? കഴിഞ്ഞ ക്ലാസ്സിലത്തെ എന്തെങ്കിലും നോക്കിയതിനകത്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ.